قال رسول الله صلى الله عليه وسلم أربعة من كنز الدنيا لسان ذاكر وقلب شاكر وبدن صابر وزوجة تعين أحدكم على دينه صدق رسول الله صلى الله عليه وسلم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 4 കാര്യങ്ങൾ ഈ ദുനിയാവിൽ ആരൊരുവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ അവൻ ദുനിയാവിലെ നിധികൾ അവന്റെ കൈവശമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിലാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അർബഅത്തും മിൻ കൻസിദ് ദുനിയാ, ഈ ദുനിയാവിൽ 4 നിധികളുണ്ട് സഹാബ. ആ 4 നിധികളിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്നത് സ്വർണമല്ല, വൈഡൂര്യമല്ല, മാണിക്യമല്ല, മരതകമല്ല, ലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ് ഏതൊരു വ്യക്തിയുടെ കൈവശമുണ്ടോ അവൻ ഈ ദുനിയാവിലെ ഒന്നാമത്തെ നിധി ഒരുമിച്ച് കൂട്ടിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ് ഏതൊരു വ്യക്തിക്കുണ്ടോ, ഏതൊരു സഹോദര സഹോദരിക്കുണ്ടോ ഈ ദുനിയാവിലെ ഒന്നാമത്തെ നിധി അവരുടെ കൈവശമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര ആൾക്ക് സഹോദരങ്ങളെ ഈ നിധി കൈവശമുണ്ട് ചിന്തിക്കുക. നമ്മൾ എത്ര പേർ ദാക്കിരീങ്ങളാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്. ഈ ഒന്നാമത്തെ നിധി തന്നെ 4 നിധികളാണ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത്. അതിൽ ഒന്നാമത്തെ നിധിയാണ് നമ്മുടെ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്, അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്ന നാവ്. നമ്മളിൽ എത്ര ആളുകളുടെ കൈവശമുണ്ട്? നമ്മൾ എത്ര ആളുകൾ ദാക്കിരീങ്ങളാണ്, ദാക്കിറത്തുകളാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്? ചിന്തിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, വമാ സുബ്ഹാനല്ലാഹ്, വമാ സുബ്ഹാനല്ലാഹ്, വമാ സുബ്ഹാനല്ലാഹ്. നബിയേ, നബിയേ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നവന്റെ ശ്രേഷ്ഠത എന്താണ്? ശ്രേഷ്ഠത എന്താണ്? ഒരു സുബ്ഹാനല്ലാഹ്ക്ക് അള്ളാഹു ഇട്ടിരിക്കുന്ന വില എന്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, തംലഉ ബൈന സമാവാതി വൽ അർളി, 7 ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയ്ക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ സുബ്ഹാനല്ലാഹ്ക്കുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സഹോദരാ, ചിന്തിച്ചു നോക്കണേ സഹോദരി. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയിട്ട് പറയുകയാണ്, 1-ാം ആകാശത്തിന്റെ ചുവട്ടിലാണ്, 1-ാം ആകാശത്തിന്റെ ചുവട്ടിലാണ് സൂര്യൻ. എന്നാൽ ചിന്തിക്കണേ, ഒന്നളന്നു നോക്കണേ, 7-ാം ആകാശത്തിന്റെ മുകൾ തൊട്ട് മുതൽ 7-ാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ്, പ്രവിശാലമാണ് ഒരൊറ്റ സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തംലഉ ബൈന സമാവാതി വൽ അർളി, 7-ാം ആകാശത്തിന്റെ മുകൾ മുതൽ 7-ാം ഭൂമിയുടെ അടിത്തട്ട് വരെ. ചിന്തിക്കാൻ ഒരൊറ്റ സുബ്ഹാനല്ലാഹയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്. ഉറക്കെ പറയും, ഇതാണ് ഈ പറച്ചിൽ പറഞ്ഞിട്ട് ഈ കോലത്തിലായത്. ഉറക്കെ പറയും സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയും. നമ്മളിങ്ങനെ ദിക്ർ എല്ലാം മടി, പൊതിയുണ്ടെങ്കിൽ ദിക്റിന് പോകുള്ളൂ, സദസ്സിൽ പോകുള്ളൂ. എങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പോയി. അതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 50 രൂപയുടെ കാക്ക ബിരിയാണി ഉണ്ടെങ്കിൽ ഫ്രണ്ട് സഫിൽ, അവ്വല് സഫിൽ, അല്ലെങ്കിൽ പുറകോട്ട്. ബിരിയാണി ഉണ്ടോ എന്ന് ചോദിക്കുന്ന, വല്ല ചീരണി ഉണ്ടോ, ജീന ഉണ്ടോ? ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ ആകാൻ പാടില്ല.
നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിന്റെ നാവ് നനയണേ നനയണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ദിക്റിലായി അവന്റെ സ്മരണയിലായി നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ നാവ് ഏത് രീതിക്കാണ് നനയുന്നത്? ഫനായും ഫസാദും പറയുക, അതിനുവേണ്ടി കൂടുതൽ നനച്ചുകൊണ്ടിരിക്കുക. രാവിലെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന സഹോദരങ്ങളിൽ അധിക ആളുകളും മിക്കവരുടെയും ചിന്ത എന്താ? സുബഹി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയിരുന്നുകൊണ്ട് ചായ കുടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. രാവിലെ ചായ കുടിക്കാൻ വേണ്ടി നിയത്ത് വെച്ചിട്ടാണ് സുബഹിക്ക് പള്ളിയിൽ തന്നെ പോയത്. അല്ലെങ്കിൽ പള്ളി പോകില്ലായിരുന്നു. ചില ആളുകൾ മനസ്സിലെങ്ങനെയാണ്, സുബഹി കഴിഞ്ഞാൽ ഉടനെ കുറച്ച് നടന്നിട്ട് കുറച്ച് ചായ ഇന്ന കടയിൽ പോയി ചായ കുടിച്ചിട്ട് പള്ളിയിൽ അരമണിക്കൂർ ഇരുന്നുള്ളെങ്കിലും കടയിൽ പോയിട്ട് 2 മണിക്കൂർ ഇരിക്കും. കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഫനായും ഫസാദും പറയാൻ 8 മണിയായാലും ആചാര്യർ പോവുള്ളൂ. പിന്നെ അവിടെ കടയിൽ നല്ല തിരക്കായാലും ചിലപ്പോൾ പോവില്ല. ചായ വീണ്ടും റിപ്പീറ്റ് അടിച്ച് 5-6 ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ നമുക്കിടയിലുണ്ട്. അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മൾ നന്നാവണ്ടേ? നമ്മൾ നന്നായില്ലെങ്കിൽ പിന്നെ അടുത്ത തലമുറ എങ്ങനെ റെഡിയാകും? അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നവരാകണം നമ്മൾ. ചില ആളുകൾ പള്ളിയിൽ കയറും, വലിയ തസ്ബീഹ് എടുത്തിട്ട് ഇങ്ങനെ നടക്കുക, കോലായിക്കൂടി ഇങ്ങനെ നടക്കുക. ആചാര്യം പള്ളിക്കകത്ത് ഇത്തിക്കാഫിന് നിയത്ത് വെച്ച് ഖിബ്ലയ്ക്ക് അഭിമുഖമായിരുന്ന് 1ാമത്തെ സഫിലിരുന്ന് ഇമാമിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് അനക്കമടങ്ങി ദിക്ർ ചെല്ലാതെ ഇങ്ങനെ ഓടി നടക്കുക. എന്നിട്ട് മുത്താലിങ്ങൾ നോക്കും, അവിടെ നോക്കും, ഇവിടെ നോക്കും, ഫന പറയാ, ഫസാദ് പറയാ, മുസ്ലിയാർ ഇതുവരെ എത്തിയില്ലെന്ന് പറയാ, ഇങ്ങനെ ഫന പറഞ്ഞ് നടക്കുക. ഫന പറയാൻ വേണ്ടി മാത്രമായിട്ട് പള്ളി വരിക. എവിടെങ്കിലും കുറ്റം എന്തെങ്കിലും ഉണ്ടോ നോക്കി നടക്കുക. മുറിവിൽ വീണുന്നതായ ഈച്ചയെ പോലെ നീ ആകരുത് എന്ന് പറഞ്ഞാൽ, കുറ്റം കാണുമ്പോൾ അതിനുള്ളിൽ അത് മാത്രം ചകഞ്ഞിട്ട് ഇങ്ങനെ പോയി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആകാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ നന്നാവണ്ടേ, നമ്മൾ റെഡിയാവണ്ടേ. നമ്മളിൽ എത്ര ആളുകൾ ദിക്ർ ചെല്ലുന്നവരുണ്ട്? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള വലിയ മശായിഖന്മാർ, അല്ലാഹുവിൻ്റെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. വലിയ വലിയ മഹാന്മാരൊക്കെ അവരുടെ തിരുസവിധത്തിലെത്തി ബഹുമാനപ്പെട്ട മശായിഖിനെ കണ്ടുകൊണ്ട്, ഷെയ്ഖിനെ കണ്ടുകൊണ്ട് ഒരു ഇജാസത്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കാറുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ദിക്ർ നീ ചൊല്ലിക്കോ, 1 ലക്ഷം ചൊല്ലിയിട്ട് വാ എന്ന് പറയും. അവരുടെ മുരീദായി ചേർക്കുന്നതിന് വേണ്ടി. ആരോടായത് പറയാ? എപ്പോഴും സദാസമയം അല്ലാഹു എന്നുള്ള ചിന്തയിൽ നിലകൊള്ളുകയും ദിക്ർ ചൊല്ലുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അടക്കം സ്വലാത്ത് അടക്കം പല ദിക്റുകളും കൃത്യമായി ചൊല്ലുകയും സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമാക്കുകയും റവാത്തിബ് സുന്നത്തടക്കമുള്ളതാകുന്ന എല്ലാ സുന്നത്തുകളും കൃത്യമായി പാലിക്കുകയും സുന്നത്ത് നോമ്പുകൾ തിങ്കളും വ്യാഴവും ഒക്കെ അനുഷ്ഠിക്കുകയും പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ പരിശുദ്ധമായ ഖുർആൻ ധാരാളം പ്രാവശ്യം ഖത്മ് തീർക്കുകയും അതല്ലാത്ത മാസങ്ങളിലൊക്കെ കൃത്യമായി തന്നെ ഖത്മുകൾ തീർത്തുകൊണ്ട് ഖുർആനുമായിട്ടുള്ള ഹക്കടപാടുകൾ ശ്രദ്ധിക്കുകയും മാതാപിതാക്കളെ പരിപൂർണമായി സംരക്ഷിക്കുകയും കുടുംബാദികളെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും നാട്ടുകാരോടും ബന്ധുക്കാരോടും കൂട്ടുകാരോടും ജീവജാലങ്ങളോടുമുള്ളതാകുന്ന ബാധ്യതകളൊക്കെ പരിപൂർണമായി നിർവഹിക്കുകയും ചെയ്ത് 5 വഖ്ത് നമസ്കാരങ്ങൾ പടച്ചറബിലേക്ക് കൃത്യമായി അദാ ആയി ജമാഅത്തായി സമർപ്പിച്ചതാകുന്ന സാലിഹീങ്ങളാകുന്ന ആളുകൾ അവർ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ എന്ന് പറയുകയാണ്. സാധാരണക്കാരനാണെങ്കിൽ അവനോട് അടുപ്പിക്ക് പോലുമില്ല. കാരണം അവന് കൊടുത്തിട്ട് കാര്യമില്ല. 1 ലക്ഷം ഒന്നും കൊടുത്താൽ പോരാ, 1 കോടി കൊടുക്കേണ്ടി വരും. കാരണം കോടിക്കണക്കിന് ദിക്ർ ചൊല്ലി 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 അല്ലാഹ് എന്നുള്ള ചിന്തയിൽ സദാസമയം ഒഴുകി നിൽക്കുന്നതാകുന്ന ആളുകൾ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സദാസമയം ചിന്ത പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള വലിയ മഹാന്മാരുടെ തിരുസവിധത്തിലെത്തുമ്പോൾ അവർ കൊടുത്തിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ചൊല്ലിക്കോ എന്ന് പറയാണ്. 1 ലക്ഷം കൊടുക്കുകയാണ്. 1 ലക്ഷം ചൊല്ലി ചിരിച്ചു വരുമ്പോ പറയും 1 ലക്ഷം കൂടി നീ ചൊല്ലിക്കോ എന്ന് പറയും. 1 ലക്ഷം ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ പോയിരുന്ന് നിസ്കാരമൊന്നും ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിക്കുകയല്ല. അവരുടെ ദിക്റും ഔറാദും ഒക്കെ കറക്റ്റ് നടക്കുന്നത് അത് സദാസമയം എങ്ങനെയുണ്ട്, അതിനൊപ്പം അതിനോട് ചേർന്ന് പിന്നെയും കൂട്ടുകയാണ് ഔറാദ്. അങ്ങനെ 2 ലക്ഷം ചൊല്ലിയിട്ട് വീണ്ടും വരുമ്പോ പറയും 1 ലക്ഷം കൂടി നീ ചൊല്ലിയിട്ട് വാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 3 ലക്ഷമൊക്കെ ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും ശരീരമൊക്കെ ആകെ ഹീറ്റാവുകയാണ്, ചൂടാവുകയാണ്. എപ്പോഴും അല്ലാഹ് എന്നുള്ള ചിന്തയിലേക്ക് അവരിലേക്ക്. കേവലം 3 ലക്ഷം ചൊല്ലിയവരല്ല, കോടിക്കണക്കിന് ദിക്റുകൾ ചൊല്ലി ചൊല്ലില്ല സ്വലാത്തും ദിക്റുകളൊക്കെ അധികരിപ്പിച്ചതാകുന്ന മഹാന്മാരാണവർ.
അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മഹാന്മാരുടെ തിരുസവിധത്തിൽ ചൊല്ലുമ്പോൾ അവരവരുടെ മുരീദാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് ഈ ദിക്റൊക്കെ. ഇത് ചൊല്ലിക്കോ എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്രമേൽ ശ്രേഷ്ഠമായ ദിക്റാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ മുരീദാക്കാൻ വേണ്ടി പോയതാകുന്ന വ്യക്തികൾക്ക് 3 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കാലം അത്രയും ചൊല്ലിത്തീർത്തിട്ടില്ല. ആരെങ്കിലും മരിച്ചാൽ 10 പേര് കൂടിയിട്ടാണ് 70,000 തയ്ക്കുക. അതിന് വലിയ സംഭവമായിട്ട് നമ്മളിങ്ങനെ അടിക്കും അല്ലേ? ഒരാളെങ്കിലും 70,000 ചൊല്ലി, അത് വളരെ കുറവ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാപ്പ മരിച്ചിട്ടില്ല, ഉമ്മ മരിച്ചിട്ടില്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി ചൊല്ലി വെച്ചിട്ടുണ്ടോ? ഇതുവരെയില്ല. സലാത്തുണ്ടോ? ഇതുവരെയില്ല. നിസ്കാരത്തിന് ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ് ഉണ്ടോ? അതുപോലും കൃത്യമായില്ല. അൽഹംദുലില്ലാഹ് കൃത്യമായില്ല. അല്ലാഹു അക്ബർ ഇല്ല. ഒരു അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം പോലും പറയൂല. ചാടി എഴുന്നേറ്റ് ഇറങ്ങി ഓടുന്നവരായി ഇന്ന് സുസുന്നികളാകുന്ന നമ്മളിൽ പല ആളുകൾ പോലും വന്നുപോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ധൃതിയാൻ ദുനിയാവിന്റെ പിറകെയുള്ള ഓട്ടാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ശത്രുക്കൾ നമ്മൾക്കെതിരെ വളഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യൂശിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ കലതു ഇലാ ഖസാതിഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനോഹരമായ ഭക്ഷണത്തളികയിലേക്ക് ചുറ്റും നിന്നുകൊണ്ട് വിശപ്പിന്റെ ആളുകൾ അതിലേക്ക് കൈയിട്ട് വാരി തിന്നുന്നത് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെ അവിശ്വാസികൾ ആക്രമിക്കുമത്രേ. അവിശ്വാസികളാകുന്ന സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുമേ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് ലോകത്തിന്റെ നായകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, സുബാന റളിയല്ലാഹു അൻഹുടക്കമുള്ള സ്വഹാബത്ത് അതിന് സാക്ഷികളാണ്. അവർ ചോദിക്കുകയാണ്, ഖാലൂ നബിയേ അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അവിശ്വാസികൾ മുഅ്മിനീങ്ങൾക്കെതിരെ തിരിയുന്ന ആ സമയത്ത് മുസ്ലിമീങ്ങളാകുന്ന ഞങ്ങളെന്ന് കുറവാണോ റസൂലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ല സഹാബ ബൽ അൻതും കസീർ, നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്. ലോകരാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കവസാഇസ് സൈൽ. 2011 സെൻസസ് പ്രകാരം തന്നെ 25 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം 32 കോടിയോളം മുസ്ലിം ജനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് എങ്കിൽ ലോകരാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സാബ, വലാകിന്നകും ഗുസാഉൻ കവസാഇസ് സൈൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബ നിങ്ങളെന്ന് മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്നതായ ചണ്ടികളെ പോലെ വേസ്റ്റാണ്. ആർക്കും വേണ്ടാത്തതായ ആളുകളാണ്. നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഈമാനിന്റെ പ്രഭയുണ്ടാവൂല. കേവലം ആധാർ കാർഡിൽ മാത്രം മുസ്ലിമാണ്, റേഷൻ കാർഡിൽ മാത്രം മുസ്ലിമാണ്, പാസ്പോർട്ടിൽ മാത്രം മുസ്ലിമാണ്, ID കാർഡിൽ മാത്രം മുസ്ലിമാണ്. ഈമാനിന്റെ പ്രഭ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇല്ലാതാകുന്ന ഘട്ടമാണ്, ഇല്ലാതാകുന്ന സമയമാണ്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. നിങ്ങളെന്ന മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയാണ്, ഈമാനില്ലാത്തവരാണ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവർ കുറവാണ്. 5 വഖ്ത് നമസ്കാരങ്ങൾ ജമാഅത്തുകൾ ശ്രദ്ധിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയതിൽ പ്രിയപ്പെട്ട സഹോദരിമാരൊഴികെ സഹോദരാ, ജമാഅത്തായി നമസ്കരിക്കാൻ നമ്മളിൽ പലർക്കും ഇന്ന് സാധിക്കുന്നുണ്ടോ? ജമാഅത്തുകളെ ശ്രദ്ധിക്കുന്നവരാണോ? നമസ്കരിക്കുന്നവരിൽ തന്നെ ഭൂരിഭാഗം ആളുകളും അല്ലാഹയെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? അല്ലാഹ്
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയല്ലയോ? ലാ തഖൂമുസ്സആ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ. അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അവസാന കാലഘട്ടത്തിലേക്കുള്ള ചടുലമായ യാത്രയാണ്. റസൂലുള്ളാഹി പറഞ്ഞത് എത്ര ശരിയാണ്. ആ പ്രവാചകനെ പറഞ്ഞത് വല്ലതും ഈ ലോകത്ത് പുലരാതിരുന്നിട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞത് മുഴുവനും പുലർന്നു പോയില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പ്രവചിച്ചത് നടക്കാത്തത് ഏതാണ്? യകുസുറു ശുറുബൽ ഖംരി, അവസാന കാലഘട്ടം വരുമ്പോൾ കള്ളുകൂടി അധികരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് അധികരിച്ചില്ലേ? ആരോടാണ്, എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്? സ്വന്തം മക്കളെ മുഴുവനും പീഡിപ്പിക്കപ്പെടുകയാണ്, സ്വന്തം മാതാപിതാക്കളെ അടിച്ചോടിക്കുകയാണ്, സ്വന്തം കുടുംബത്തിൽ ബഹളമുണ്ടാക്കുകയാണ്, സ്വന്തം ഭാര്യയെ മുത്തലാഖ് ചൊല്ലി പരിപൂർണമായി ഒഴിവാക്കാൻ ചെറുപ്പക്കാര് തയ്യാറാവുകയാണ്. എല്ലാം കള്ളം കഞ്ചാവിനും അടിമപ്പെട്ടതായ ആളുകളല്ലയോ? യകുസുറു സിനാ, വ്യഭിചാരം അധികരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അധികരിച്ചില്ലേ? സ്വന്തം അയൽവാസിയാകുന്ന സഹോദരന്റെ വീട്ടിൽ പോലീസ് വന്ന് റൈഡ് ചെയ്തുകൊണ്ട് സിനിമാ സീരിയൽ താരങ്ങളെ പൊക്കിക്കൊണ്ട് പോകുമ്പോ അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി വർഷങ്ങളായി തന്റെ അയൽവക്ക വീട്ടിലിതാ വ്യഭിചാരമാണ് നടക്കുന്നതെന്ന് മുസ്ലിമേ നീ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. വയകുസുറു സിനാ വയകുസുറു ഔലാദു സിനാ, വ്യഭിചാരം അധികരിക്കും സഹാബ, ജാരസന്തതികൾ അധികരിക്കും സഹാബ, വ്യഭിചാരത്തിലൂടെയുള്ള മക്കൾ അധികരിക്കും സഹാബ. ശരിയല്ലേ? അമ്മത്തൊട്ടിൽ അധികരിച്ചു വരുകയാണ്. സ്ത്രീകൾ എവിടെയാണ് പ്രസവിച്ചിടുന്നതെന്ന് അവർക്ക് പോലും ബോധ്യമല്ലാത്ത യുഗത്തിലാണ് ഇന്നത്തെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ അടുപ്പിക്കുന്നില്ല, അവരെ അകറ്റുകയാണ്. ലാ തഖൂമുസ്സആ ഹത്താ അതാ അർറജുലു ഇംറഅത വഖസാ അബാ വഅദ്നാ സദീഖാ. സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നകറ്റുകയും സ്വന്തം മക്കളെ കൂട്ടുകാര് വീട്ടിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കൂട്ടുകാരും ഒരുമിച്ചിരുന്നു കൊണ്ട് വീടിന്റെ അകത്തലങ്ങളിൽ പന്തുകളി കാണവേ സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഫുട്ബോൾ കളിയുടെ രസാനുഭൂതിയിൽ മക്കൾ നിലകൊള്ളുകയാണ്. മാതാപിതാക്കൾ പഠിക്ക് പുറത്താണ്, മാതാപിതാക്കൾ വീടിന് പുറത്താണ്, വീടും കുടുംബവും കയ്യേറിയിരിക്കുകയാണ്. മക്കൾ കൂട്ടുകാരാണ് വലുത്. ഒരു കാലഘട്ടത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും വാപ്പയോടും ഉമ്മയോടും പങ്കുവച്ചിരുന്ന മക്കൾ വരെ ഇന്നവരുടെ സീക്രട്ടുകൾ മുഴുവനും അറിയുന്നവർ കൂട്ടുകാരാണ്. അവന്റെ ചങ്ക് ബ്രോ എന്ന് അവൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ഇടുകയാണ്. അവന്റെ കൂട്ടുകാരെ മുഴുവനും അറിയിക്കുകയാണ്. സ്വന്തം വിഷമങ്ങൾ മുഴുവനും ഒരു കാലഘട്ടത്തിൽ പങ്കുവച്ചിരുന്ന സഹോദരിമാർ ഉമ്മമാരോടാണ് എങ്കിൽ, ചെറുപ്പക്കാർ വാപ്പയോടാണ് എങ്കിൽ, ഇന്ന് കൂട്ടുകാരോടാണ് അവൻ കൂടുതൽ ബന്ധം. എല്ലാ വിഷമങ്ങളും അവരോട് പറയുകയാണ്, എല്ലാ രഹസ്യങ്ങളും അവരുമായി പങ്കുവെക്കുകയാണ്. മാതാപിതാക്കൾ അടുപ്പിക്കുന്നില്ല, അവരുമായി ചങ്ങാത്തമില്ല, അവരെ വീടിന്റെ പുറത്തിടുന്ന ഘട്ടമാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ഇത് അവസാന കാലഘട്ടത്തിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഴുവനും പുലർന്നില്ലയോ? റസൂലുള്ളാഹി പറഞ്ഞത് പുലരാത്തത് ഏതാണ് ചെറുപ്പക്കാരാ സഹോദരി? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും. അവിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മുഅ്മിനത്തെ നിന്നോടുള്ള ഭയപ്പാടിനെ അല്ലാഹു ഇല്ലാതാക്കുമേ. വല്ലാത്തൊരു വാക്കാണ്.
അവസാന കാലഘട്ടം വരുമ്പോ അവിശ്വാസികളാകുന്ന ആളുകൾ മുസ്ലിമിനെ ആക്രമിക്കും, അവരോട് ശത്രുത പുലർത്തുമെന്ന് മാത്രമല്ല, അമേരിക്ക ഇറാനിനോട് കാണിക്കുന്നത്, ഇന്ത്യയിലെ ഗവൺമെന്റ് മുസ്ലിം സഹോദരങ്ങളോട്, ദലിത് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കാണിക്കുന്നത്, പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് അവരെ ക്രൂശിക്കുന്നത്, അവരെ മാനസികമായി പീഡിപ്പിക്കുന്നത്, ഇതെല്ലാം റസൂലുള്ള പറഞ്ഞ വാക്കിൻ്റെതാകുന്ന ബലമാണ്. അവിശ്വാസികളുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ മുഅ്മിനീങ്ങളോടുള്ള ഭയപ്പാടിനെ അല്ലാഹു ഊരിക്കളയുമേ. റസൂലുള്ളാഹിയുടെ വാക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്. നിങ്ങൾ എത്ര സിന്ദാബാദ് വിളിച്ചാലും, നിങ്ങൾ എത്ര അലമുറയിട്ടാലും, നിങ്ങളെ എത്ര ആസാദി എന്ന് പറഞ്ഞുകൊണ്ട് തെരുവോരങ്ങളിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും. അവിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു തരി പോലും ഭയപ്പാട് നിങ്ങളോടുണ്ടാവുകയില്ല. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമിനെ കാണുമ്പോ മുണ്ടഴിച്ചിട്ടിരുന്നു കൊണ്ട് കൈകൂപ്പി വണങ്ങി ബഹുമാന ആദരവുകൾ കാണിച്ചു തരുന്ന അവിശ്വാസികൾ ഇന്ന് മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് കയ്യിൽ രാഗിയിട്ടുകൊണ്ട് നടക്കുന്നതായ കാലഘട്ടമാണ്. മുഷ്ടിചുരുത്തി മുസ്ലിമിന് നേരെ മുദ്രാവാക്യം വിളിച്ച് അവന്റെ വാപ്പയും ഉമ്മയും ചേർത്ത് ചീത്ത വിളിച്ചുകൊണ്ട് റോഡിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കളെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് എങ്കിൽ റസൂലുള്ളാഹി പലർന്നത് പുറന്നില്ലയോ, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹന. മുസ്ലിമേ, മുസ്ലിമേ, നിന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ വഹനെന്ന രോഗത്തെ അല്ലാഹു നിക്ഷേപിക്കുമേ. വഹനെന്ന രോഗത്തിന് നിങ്ങൾ അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. അവിശ്വാസികളാകുന്ന ആളുകൾ മുസ്ലിമിനെതിരെ തിരിയും. മുഅ്മിനീങ്ങളാകുന്ന ഹൃദയത്തിൽ ആ കാലഘട്ടത്തിൽ വഹൻ എന്ന രോഗമായിരിക്കും. എന്താണ് വഹൻ? സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, ഖാലൂ വമൽ വഹനു യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, വഹനെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? വഹനിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, രണ്ട് കാര്യങ്ങളാണ് മുസ്ലിമിന്റെ ഹൃദയത്തിലുള്ളത്. ഒന്ന് ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമമാണ്, ഇഷ്കാണ്, ദുനിയാവിനോടുള്ള മഹബ്ബത്താണ്. തീർന്നില്ല, തീർന്നില്ല. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വിരക്തിയാണ്, വിരക്തിയാണ്. ഈ ദുനിയാവ് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന ചിന്തയാണ് മനുഷ്യനുള്ളത്. ഡെയിലി 500 രൂപ കടയിൽ വരുമാനമുള്ള മനുഷ്യൻ കടയടയ്ക്കുന്ന സമയത്ത് അവൻ എണ്ണി നോക്കുമ്പോൾ 495 രൂപയാണ് അന്നത്തെ ദിവസമുള്ളതെങ്കിൽ കേവലം ഒരു 5 രൂപ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവൻ്റെ മനസ്സിൽ ദുഃഖമാണ്, വിരഹമാണ്, അവൻ്റെ മനസ്സിൽ പ്രയാസമാണ്. എന്നാൽ അതിൻ്റെ തലേ ദിവസം 505 510 രൂപ കൂടുതൽ കിട്ടിയാലും ഡെയിലി 500 രൂപ കുറഞ്ഞത് കിട്ടുന്ന മനുഷ്യന് അതിൽ കുറവ് വരുമ്പോ അവന്റെ മനസ്സ് വ്യസനിക്കുകയാണ്. ഇത് ദുനിയാവിനോടുള്ള പ്രേമമാണ്. സ്വഹാബ, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വിരക്തിയാണ്, വിരക്തിയാണ്. മാരകമാകുന്ന ക്യാൻസർ പിടിപെട്ടുകൊണ്ട് ശരീരത്തിലേതാകുന്ന എല്ലുകൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരന്റെ ചാരത്തേക്ക് ഇതാ ഉസ്താദമാര് ചൊല്ലുമ്പോ അവർ പറയുകയാണ്, ഉസ്താദേ, ഞാൻ ദീനിന് വേണ്ടി 1 ലക്ഷം രൂപ നൽകാൻ റെഡിയാണ്. എനിക്കൊന്ന് ദീനിലേക്കൊന്ന് തിരിച്ചു വരണം, എനിക്ക് ഈ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു വരണം, എൻ്റെ ആരോഗ്യമൊന്ന്
ശരിയായി കിട്ടണം. എനിക്ക് പള്ളിയിലേക്ക് വരാനുള്ള സൗഭാഗ്യമുണ്ടാകണം. എനിക്ക് പാപങ്ങളുടെ കണ്ണീരപ്പണം. എനിക്ക് നിരാലംബർക്ക് അവലംബമാകണം. എനിക്ക് നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കണം. എനിക്കൊരുപാട് യതീം മക്കളുടെ തലയിൽ തലോടണം. എനിക്കൊരുപാട് വിധവകൾ കത്താടിയായി വർത്തിക്കണം. എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ടൊരു 10 മുത്തഅല്ലിമീങ്ങൾക്കെങ്കിലും കഫാലത്തായി അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഭക്ഷണങ്ങൾ കൊടുക്കാൻ എനിക്ക് റെഡിയാവണം, എനിക്ക് തയ്യാറാവണം. എന്നാ പാവപ്പെട്ട മനുഷ്യൻ 60ഉം 70ഉം കഴിഞ്ഞ മനുഷ്യൻ ശരീരത്തിന്റെ എല്ലുകൾ മുഴുവനും പുറത്തേക്ക് നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അവസാനം ഒരു തുള്ളി വെള്ളമൊന്ന് കുടിച്ചു പോയാൽ 10 ഇരട്ടി ഇങ്ങോട്ട് ഛർദിച്ചിടുന്നതായ, രക്തക്കട്ട ഛർദിക്കുന്നതായ പാവപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഉസ്താദമാരോട് പറയുന്നത്, എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ നൽകാം. ഈ ദുനിയാവിലേക്ക് എനിക്കൊരു വേളയൊന്ന് തിരിച്ചു നടക്കണം. എന്നെ ഒന്ന് മടക്കണേ, എന്നെ ഒന്ന് മടക്കണേ. എന്നാൽ ആ പാവപ്പെട്ട മനുഷ്യന്റെ മക്കളോ അവർ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരും വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ വാപ്പയൊന്ന് മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണേ ഉസ്താദേ. മറ്റൊന്നും കൊണ്ടല്ല, വർഷങ്ങളായി സുഖമില്ലാതെ കിടക്കുകയാണ്. പോഷകാഹാര കുറവുണ്ടെന്ന് മാത്രമല്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല. കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുകയാണ്. വർഷങ്ങളായി ഞാൻ എൻ്റെ കയ്യിൽ, ഇടത് കയ്യിൽ തുണി ചുറ്റിയിട്ട് ആ മലമൂത്ര വിസർജനങ്ങൾ പിൻദ്വാരത്തിലൂടെയും മുൻദ്വാരത്തിലൂടെയും കടന്നു വരുന്ന മാലിന്യങ്ങൾ ഞാനത് പരിപൂർണമായി തുടച്ചെടുത്തുകൊണ്ട് ബെഡുകൾ വൃത്തിയാക്കാറുണ്ട്, ശരീരങ്ങൾ വൃത്തിയാക്കാറുണ്ട്, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാറുണ്ട്, റൂമുകൾ കഴുകി ശുദ്ധീകരിക്കാറുണ്ട്. എനിക്ക് അറപ്പില്ല, വെറുപ്പില്ല, സ്നേഹമാണ്, സ്നേഹമാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ വർഷങ്ങളായി കടപ്പിൽ കിടക്കുകയാണ്. വെള്ളം കുടിക്കാൻ കഴിയാതെ ശ്വാസം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ്. ഈ വേളയിൽ അവരുടെ തൊള്ളയിലേക്ക് കുടിച്ചു കൊടുക്കുന്ന സംസം വെള്ളം ഒരിറ്റൊന്ന് ഇറക്കി കഴിയുമ്പോ 10 ഇരട്ടി രക്തക്കട്ട പുറത്തേക്ക് ഛർദിക്കുകയാണ്. അതിന് പ്ലേറ്റ് നിങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. താങ്ങാ കഴിയുന്നില്ല ഉസ്താദേ, കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് 10,000 20,000 ഒക്കെ സ്വതക്ക നൽകാൻ മക്കള് വന്നുകൊണ്ട്, ആലിമീങ്ങളെ സയ്യിദന്മാര് ഉലമാക്കള് വന്നുകൊണ്ട് സമ്മതിക്കുമ്പോ, അവർ വന്നുകൊണ്ട് പറയുമ്പോ, ആ വാപ്പയൊന്ന് കാണാൻ ഖത്തീബ് ഉസ്താദോ മുദരിസ് ഉസ്താദോ ആലിമീങ്ങളോ സയ്യിദന്മാര് വന്നുകൊണ്ട് നിൽക്കുമ്പോ അവർ വിളിച്ച് പറയുകയാണ്, ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ നൽകാം. എനിക്കൊന്ന് തിരിച്ചു വരണം, എനിക്ക് ഈ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു വരണം. വേറൊന്നിനും വേണ്ടിയല്ല, എന്റെ നമസ്കാരങ്ങളൊന്ന് തിരിച്ചു പിടിക്കണം, എന്റെ സക്കാത്തുകളൊന്ന് കൊടുത്തു വീഴണം. ഒരുപാട് സദഖകൾ കൊടുക്കാൻ ബാക്കിയാണ്, ഒരുപാട് ആളുകളുടെ കണ്ണീരപ്പാൻ ബാക്കിയാണ്, ഒരുപാട് നിരാലംബർക്ക് അവലംബമാകാൻ ബാക്കിയാണ്. മുത്തന്നൂരുള്ള അസ്ഹരിയയുടെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം എനിക്കൊന്ന് കൊടുക്കണം. ആ പാവപ്പെട്ട മക്കളെ ചേർത്തിരുത്തിയിട്ട് അവരോടൊപ്പം ഒരു യാസീൻ ഓതിയിട്ടൊന്ന് ദുആ ചെയ്യണം. എനിക്കൊരു ആഫിയത്ത് വേണം, എനിക്കൊരു സിഹത്ത് വേണം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും നൽകാം. വിളിച്ചു പറയുമേ, വിളിച്ചു പറയുമേ. ഇതാണ് ദുനിയാവ്. റസൂലുള്ളാഹി പറഞ്ഞത് എത്ര ശരിയാണ്, ശരിയാണ്. ഇതാണ് ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹം. വാപ്പ ക്യാൻസറാണ്, മകൻ വന്നിട്ട് ഉസ്താദിനോട് പറയുന്നു, ഉസ്താദെ 10,000 രൂപ തരാം, വാപ്പാക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റാഹത്തായ മരണം കിട്ടിയാൽ മതി, ഈമാൻ സലാമത്തായി കിട്ടിയാൽ മതി. ഈ വാപ്പ പറയുന്നത് എന്താ, 1,00,000 തരാം, എന്ത് മതി, എന്നെ ഒന്ന് തിരിച്ചൊന്ന് കൊണ്ടുവന്നാൽ മതി ദുനിയാവിലേക്ക്. കാരണം മരിക്കാൻ കൊതിയില്ല, ആർക്കും മരിക്കാൻ താല്പര്യമില്ല. മനുഷ്യൻ വെറുക്കുന്നത് 2 കാര്യമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. 2 കാര്യങ്ങൾ മനുഷ്യന് ഭയങ്കര വെറുപ്പാണ്. ബഹുമാനപ്പെട്ട അബൂദറുൽ ഗൈഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇത്നാനി യക്റഹും ഇബ്നു ആദം, ആദം സന്തതികൾ വെറുക്കുന്നത് 2 കാര്യമാണ്. 2 കാര്യം മനുഷ്യന് ഭയങ്കര വെറുപ്പാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ആദം സന്തതികൾക്ക് മൊത്തത്തിലുള്ളതാണ്, എല്ലാവർക്കും അങ്ങനെയാണ്. ഒന്ന് അൽ മൗത്ത്, മരണമാണേ, മരണമാണേ.
ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാൻ ആർക്കും താല്പര്യമില്ല. മരണത്തെ കൊതിക്കാൻ ആർക്കും താല്പര്യമില്ല. മരണത്തോട് മനുഷ്യന് വെറുപ്പാണ്. എന്നാൽ റസൂലുള്ള പറയുകയാണ്, വൽ മൗതു ഖൈറും മിനൽ ഫിത്ന, വൽ മൗതു ഖൈറും മിനൽ ഫിത്ന. ഈ ദുനിയാവിൽ മോശമായുള്ള ജീവിതത്തെക്കാൾ, നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിലേക്ക് പോകാതെ നിലകൊള്ളുന്നതിനേക്കാൾ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിലകൊള്ളുന്നതിനേക്കാൾ, ദീനീ സ്ഥാപനങ്ങൾക്ക് സായിയായി വർത്തിക്കാതെ നിലകൊള്ളുന്നതിനേക്കാൾ, കള്ളും കഞ്ചാവുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ, പെണ്ണുപിടിയുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ, സിഗരറ്റുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ, മോശപ്പെട്ട കാമകേളികളുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ, വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ കാമുകയുമായി മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അവളുമായി ചങ്ങാത്തം പുലുകുന്നതിനേക്കാൾ, അന്യമതത്തിൽപ്പെട്ടതാകുന്ന സഹോദരിമാരുമായി, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരിമാരുമായി ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്നതിനേക്കാൾ, അഥവാ മോശപ്പെട്ട ജീവിതത്തെക്കാൾ, വൽ മൗത്ത്, മരണമാണ് നിനക്ക് ഏറ്റവും കരണീയമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫനായും ഫസാദും നിറഞ്ഞ ജീവിതത്തേക്കാൾ ഈ ദുനിയാവിലേക്ക് നിന്നെ അള്ളാഹു അയച്ചതിന്റെ ലക്ഷ്യം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധിക്കാനാണ്. ആ ആരാധനയുടെ മൂർത്തിഭാവം നിന്നിൽ നിന്നുണ്ടാകുന്നില്ലേ? അള്ളാഹുവിന് ദിക്റ് ചെല്ലാനോ നിസ്കരിക്കാനോ ഇബാദത്തെടുക്കാനോ ഒന്നും കഴിയുന്നില്ല. ഇങ്ങനെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഇങ്ങനെ കഴിഞ്ഞു പോകണം. അതാണ് നിന്റെ ചിന്ത. വൽ മൗതു ഖൈറും മിനൽ ഫിത്ന, ഈ ഫനായും ഫസാദുള്ള ജീവിതത്തെക്കാൾ ഏറ്റവും നല്ലത് നിനക്കേതാ? മരിക്കല് തന്നെയാണ്. വെറുതെ ജീവിച്ചാൽ അതിനോട് ഹിസാബ് നേരിടേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞതാണ്, മനുഷ്യൻ വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം മരണം. ആ മരണം തന്നെ ചിലർക്ക് നല്ലതായി വരും. ആർക്ക്? ദുനിയാവ് നന്മകളൊന്നും ചെയ്യാതെ വെറുതെ നടക്കുന്ന ടീം. അതാരാ? അത് നമ്മൾ തന്നെ, വേറെ ആരുമല്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മളിപ്പോൾ ഈ ദീനീ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു മതവിജ്ഞാന വേദി 2-3 ദിവസം ഒരുമിച്ച് കൂട്ടുന്നത് കൊണ്ട് നമ്മൾ വരികയാണ്. ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്താ പരിപാടി? തല കുനിച്ചിരിക്കും. ഫേസ്ബുക്ക് വാട്സാപ്പ് ഇതന്നെ പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ അവിടെ പോയി കുത്തിയിരിക്കും. ഏത്തിക്കാഫ് നവീത്തുൽ ഏത്തിക്കാഫ് ഫീ ഹാദൽ ആയിരിക്കും. അല്ലാഹു ആക്കട്ടെ. ഇതല്ലേ അവസ്ഥ. ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചതുകൊണ്ട് നമ്മളിവിടെ. ഇല്ലെങ്കിൽ എവിടെ? അതാണ് ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ കളി കണ്ടുകൊണ്ട് ഏതെങ്കിലും ഗ്രൗണ്ടിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല, നിത്യേന അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എല്ലാ ദിവസവും നിത്യമായി ചെയ്യുന്ന കുറഞ്ഞ അമലാണെങ്കിലും അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ പരിപാടികൾ 5 വഖത്ത് നിസ്കരിക്കും, അതിന്റെ റവാത്തിബ് സുന്നത്തുകളൊക്കെ കൃത്യമാക്കും. ആഴ്ചയിൽ വരുന്ന സുന്നത്ത് നോമ്പുകൾ കഴിയുന്നതിന്റെ പരമാവധി അനുഷ്ഠിക്കും. ദുഹാ നമസ്കാരങ്ങൾ നോക്കും, വിത്ർ നോക്കും, തഹജ്ജുദ് നിസ്കരിക്കും. ഇതൊക്കെ ചെറിയ രീതി മനുഷ്യന് സാധാരണ രീതിയിലുള്ള ചെറിയ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. ആലിമൊന്നുമല്ല, ചെറിയ ആബിദീങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്, പാവപ്പെട്ട മനുഷ്യൻ. പിന്നെ അവന് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള വെറുതുകൾ അത് ശ്രദ്ധിക്കും. കഴിയുന്നവൻ ബദരിയ്യത്ത് ഓതും. യാസീൻ ഇദാ വഖഅത്തി അർ-റഹ്മാൻ, സൂറത്തുൽ മുൽക്ക് തുടങ്ങുന്നതാകുന്ന സുബ്ഹുൽ മുൻജിയാത്ത് അടക്കമുള്ളതാകുന്ന സൂക്തങ്ങളെ ഒന്ന് ശ്രദ്ധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത് തുടങ്ങിയതാകുന്ന അദ്കാറുകൾ കുറഞ്ഞ പക്ഷം അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലെടുക്കും. വിശുദ്ധമായ ഖുർആൻ കുറഞ്ഞത് ഒരു ദിവസം ഒരു ജുസെങ്കിലും ഓതും. മാഷാ അല്ലാഹ്, മതി, കുറഞ്ഞതാണ്. എല്ലാ ദിവസവും ഇത് നിത്യമാക്കിയാൽ മാഷാ അല്ലാഹ് അവനെ അല്ലാഹു സ്വർഗ്ഗത്തിലെത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം അതിനുള്ളൊരു സമയ സന്ദർഭങ്ങളെ ഇപ്പോൾ ഒരുങ്ങുന്നുള്ളൂ. ബാക്കിയൊക്കെ അവൻ്റെ ജീവിത ചുറ്റുപാടുമായിട്ട് പോകും. ഇത് ഇത്രയും കറക്റ്റ് ചെയ്താൽ തന്നെ റാഹത്ത്. അല്ലാതെ നമ്മൾ നമസ്കാരം 5 വഖത്തുണ്ട്, ആ 5 വഖത്ത് തന്നെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന പല മോമിനീങ്ങളും നിസ്കാരത്തിലുള്ള ശ്രദ്ധ തന്നെ പോകുന്നു. അതിനപ്പുറം നിസ്കാരം കഴിഞ്ഞാൽ ഫർള് മാത്രമേ ഉള്ളൂ, സുന്നത്തൊക്കെ വേറെ ആർക്ക് വേണ്ടിയാന്ന് പറഞ്ഞ് സുസുന്യായ മനുഷ്യൻ തന്നെ ഇറങ്ങി നടക്കുക. സുന്യാണ്, ഭയങ്കര സുന്യാണ്. കാരണം അവന് നബിദിനത്തിന്റെ പൊതിവാങ്ങൽ കണ്ടാൽ മതി, സുന്യാന്ന് വ്യക്തവും. ഒരു പൊതി കിട്ടി, 2ാമത്തെ പൊതി വീണ്ടും കിട്ടുകയാണെങ്കിൽ മാഷാ അല്ലാഹ് കൊണ്ടുവരി. 3ാമത്തെ പൊതി കിട്ടുകയാണെങ്കിൽ റാഹത്ത്, 3 പൊതി. 4ാമത്തെ പൊതി കിട്ടുകയാണെങ്കിൽ വീണ്ടും അത് തന്നെ. 50 പൊതി കിട്ടിയാലും റാഹത്ത് ഇല്ലേ? അപ്പച്ചൻ പിരിക്കരുത്. വീണ്ടും ചൂടാക്കി കഴിച്ചാൽ 10 ദിവസം കഴിച്ചാലും 50 ദിവസം കഴിക്കാനും ബർക്കത്തിന്റെ ഭക്ഷണമാണ്. ആയിക്കോട്ടെ.
ഈ ഒരു പൊതിവാങ്ങുന്ന ഇഖ്ലാസ് പോലും എന്തേ നിസ്കാരത്തിന് കാണാത്തത്? റവാത്തിബ് സുന്നത്തുകളില്ല, ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകളില്ല, നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾക്ക് കാണുന്നില്ല. മനുഷ്യന്റെ അവസ്ഥ ഇതാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യൻ വെറുക്കുന്ന രണ്ടാമത്തെ കാര്യം വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയലാണ്, സമ്പത്ത് കുറയലാണ്. എന്നാൽ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണേ സ്വഹാബ, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്. സമ്പത്ത് കുറയുക എന്നുള്ളത് നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അവന്റെ വിചാരണ കുറവാക്കുന്ന സംഗതിയാണ്, വിചാരണ എളുപ്പമാകുന്ന സംഗതിയാണ്. ഹിസാബ് കുറയാൻ നിദാനമാണ് സമ്പത്ത് കുറയലെന്ന് ഹബീബായ റസൂലുള്ളാഹി. സമ്പത്ത് കുറഞ്ഞാൽ ഹിസാബ് എളുപ്പം. മറ്റൊരു ഹദീസിലാണ് അത് വ്യക്തമാക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുമായി തോതി തന്നെ പോവാണ്ട്, സമയം വളരെ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് നല്ലത് പരിശോധിക്കും. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നാൽ റാഹത്താവല്ലോ അല്ലേ? കൊണ്ടുവന്നോളൂ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്ത് എല്ലാവരും ചൊല്ലും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഈ നൽകുന്ന സദഖ നാളെ ആഖിറത്തിലേക്ക് ഉപയുക്തമാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട്, അസൂയാലക്കണ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നതായ പ്രവാസികളും നാട്ടുകാരുമുള്ള സർവ്വ സഹോദര സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. അല്ലാഹുവരുടെ ദുഃഖങ്ങളും വിരഹങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുണ്ട്, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ ഖബറിൽ വിരിച്ചു നൽകണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ റബ്ബേ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ളതായ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ, കാര്യമായ രീതിയിൽ സദഖ നൽകണേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നാളെ ആഖിറത്തിൽ പാവപ്പെട്ടതാകുന്ന ജനകോടികളുടെ മുഴുവൻ ആളുകളുടെയും വിചാരണ കഴിഞ്ഞ് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരാകുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സമ്പത്ത് കുറയലാണ് നല്ലത്, ഹിസാബ് എളുപ്പമാകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്താ കാരണം? മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കണം. എന്താ ഹദീസ്? എന്താ ഹദീസിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. ആദ്യം തന്നെ എന്ത്? പാവപ്പെട്ട ജനകോടികൾ മുഴുവൻ ആളുകളുടെയും വിചാരണ കഴിഞ്ഞ് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരാകുന്ന ആളുകൾ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടക്കൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ പണം കൂടുതലാണോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? കുറയുന്നതാണ്. എത്ര കുറയുന്നോ അത്ര നല്ലതാണ്. ഹദീസ് ഉണ്ട്, ഹദീസ് കേട്ടോളി. قال رسول الله صلى الله عليه وسلم يدخل فقراء المسلمين قبل الأغنياء بنصف يوم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീൻ ഖബല അൽ അഗ്നിയാഇ
ബിനിസ്ഫിയോ. പണക്കാരാകുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ട ജനകോടികൾ മുഴുവനും വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അര ദിവസം മുമ്പ്. അര ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ അര ദിവസം അല്ല, ആഖിറത്തിലെ അര ദിവസം. ആഖിറത്തിലെ അര ദിവസം എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷം. വിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن يوما عند ربك كألف سنة مما تعدون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മനുഷ്യ മാനവ, ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഅദൂൻ. ആഖിറത്തിലെ ഒരു ദിവസം ഈ ദുനിയാവിൽ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതായ 1000 വർഷമാണ്, 1000 സംവത്സരമാണ്, 1000 കൊല്ലം. ചിന്തിക്കുക, ആഖിറത്തിലെ ഒരു ദിവസം. അപ്പൊ നേരെ പകുതി അര ദിവസം എന്ന് പറഞ്ഞാൽ എത്രയായി? 500 വർഷം. 500 വർഷം ദുനിയാവിലെ. അതാണ് ആഖിറത്തിലെ അര ദിവസം. വഹിയ 500 ആം. 500 വർഷമാണ്. ഈ ദുനിയാവിൽ പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്ന സോദര, പണത്തിന്റെ മേൽ പരുന്തും പറക്കില്ല എന്ന് ആപ്തവാക്യം ഓതിക്കൊണ്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ, ദീനിനെ സഹായിക്കാതെ, ദീനീ സ്ഥാപനങ്ങളെ മുഖവിലക്കെടുക്കാതെ ഈ ദുനിയാവിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നതായ സോദര, സഹോദരി, പഠിച്ചു വെക്കണേ. യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫിയോ. പണക്കാരാകുന്ന ജനകോടികൾ മുഴുവനും കേവലം മുത്തന്നൂരിലുള്ള പാവപ്പെട്ട ജനകോടികൾ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള അവിശ്വാസികളും വിശ്വാസികളും കേരളത്തിലുള്ളോ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലുള്ള ജനങ്ങളല്ല, ലോകത്തുള്ള മുഴുവൻ കോടികളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നതുമായ മുഴുവൻ ജനകോടികൾ പാവപ്പെട്ടവരുടെ വിചാരണ കഴിഞ്ഞ് അവർ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ കടന്നതിന് ശേഷം വീണ്ടും ഒരര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരായ സോദര സോദരി നിനക്ക് വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ദുആ ചെയ്യാറുള്ള ദുആ, അല്ലാഹുവേ എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ, തീർന്നില്ല, വഅമിത്നി മിസ്കീനാ, പാവപ്പെട്ടവനായി, പാവപ്പെട്ട മനുഷ്യനായി, ഈ അഷ്റഫുൽ ഖൽഖാകുന്ന ഈ പാവപ്പെട്ടവനെ നീ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ജൂതനായ മനുഷ്യന്റെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പടയെങ്കി പണയമായിരുന്നു എന്നുള്ള ചരിത്രമൊന്ന് ചേർത്ത് വായിക്കണേ സോദര, ഒന്ന് ഓർക്കണേ സോദരി. തീർന്നില്ല. റസൂലുള്ള വീണ്ടും ദുആ ചെയ്യുകയാ, വഹ്ശുർനി
ഫീ സുംറത്തിൽ മസാകീൻ. പാവപ്പെട്ട ജനകോടികളോടൊപ്പം എന്നെ മഹ്ശറയിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. കാരണം അവരെയാണ് ആദ്യം വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടത്തുക. ആ കൂട്ടത്തിൽ എന്നെയും ഒന്ന് അന്ന് എത്തിക്കണേ അല്ലാ. എന്നെയും ഒന്ന് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. വഹ്ശുർനീ ഫീ സുംറത്തിൽ മസാകീൻ. എനിക്ക് യൂസുഫ് അലിയെ പോലെയാകണം. എനിക്ക് മലപ്പുറം ജില്ലയിലെ ഇന്ന പണക്കാരനെ പോലെയാകണം. എനിക്ക് 10ഉം 4ഉം വീടുണ്ടാവണം. എനിക്ക് 10 വാഹനം ഉണ്ടാവണം. അതിലെനിക്ക് ബെൻസ് വേണം, അതിലെനിക്ക് ഇന്നോവ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകുന്ന സോദരാ, ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കുന്ന ചിന്ത നിന്റെ മനസ്സിൽ നിന്നെടുത്ത് കളയണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ നിന്റെ ജീവിതത്തിലേക്കുണ്ടാവണേ. എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവനായി മരിപ്പിക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നതായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പരതുമ്പോൾ ഏതാനും ചില ഗോതമ്പിൻ്റെതാകുന്ന നെല്ല് കുറുക്കിയതാകുന്ന ഏതാനും ചില കഷ്ണങ്ങളാണ് കാണുന്നത്. ഈന്തപ്പന ഓല വിരിച്ചതാകുന്ന പായയിൽ റസൂലുള്ള കടന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ പൂമേനിയിൽ പരിശുദ്ധമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട മേനിയിൽ പാട് കാണുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് സഹിച്ചില്ല. ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ ശത്രുവായിരുന്ന ഉമർ ഇന്നിതാ റളിയല്ലാഹു അൻഹു എന്ന സമുന്നതമായ പദവിയിലേക്ക് അല്ലാഹു തന്നെ ഉയർത്തിയിരിക്കുകയാ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവർ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഈ കോലമൊന്ന് കണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, കിസ്റാ വ കൈസറു യനാമാനി അലാ ഫിറാശി ഹരീർ വഅൻത റസൂലുള്ളാഹ്. കിസ്റയുടെയും കൈസറിന്റെയും തമ്പുരാക്കന്മാർ, രാജാക്കന്മാർ പട്ടുമെത്തയിൽ കടന്നുറങ്ങുകയാണല്ലോ. വഅൻത റസൂലുള്ളാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രവാചകരെ അവിടുന്ന് ഉറങ്ങുന്നത് ഈ ഈന്തപ്പന ഓലകൾ മേഞ്ഞതാകുന്ന പുൽവായിലാണല്ലോ. അവിടുത്തെ ശരീരത്തിലേക്ക് ഈ പാടുകൾ പതിഞ്ഞത് കണ്ടിട്ട് ഈ ഉമറിന് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുഃഖം വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പങ്കുവെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും സവാബു ദുനിയാ വലനൽ ആഖിറ. ഉമറേ, കിസ്റയുടെയും കൈസറിന്റെയും തമ്പുരാക്കന്മാരുമായി ഈ പാവപ്പെട്ട എന്നെ നീ ചേർക്കരുതേ. അവർ അവിശ്വാസികളാണ്, അവർ അവിശ്വാസികളായ ആളുകളാണ്, അവർ ബിംബങ്ങൾ ആരാധിക്കുന്നവരാണ്, അവർ സ്വയം പ്രഖ്യാപിത ദൈവങ്ങളാണ്. അവരുമായി എന്നെ നിങ്ങൾ താരതമ്യം ചെയ്യരുതേ. അവരാരെന്നറിയുമോ? ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ അല്ലാഹു നേരത്തെ തന്നെ നൽകിയതായ ആളുകളാണ്. നമുക്ക് ദുനിയാവ് വേണ്ട ഉമറേ, വലനൽ ആഖിറ. നമുക്ക് ആഖിറമല്ലേ വേണ്ടത് ഉമറേ. ആഖിറമാണ് ലക്ഷ്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട പാഠമാണ്. സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന സഹോദരിമാര് ഈ ദുനിയാവിൽ ഉണ്ടായി പോയില്ലയോ? ജോളി എന്ന പെണ്ണിന്റെ കഥകൾ മാസങ്ങൾക്ക് മുമ്പ് കേട്ടതല്ലയോ? ഈ കേരളം മുഴുവനും നെട്ടിത്തെറിച്ച് പോയതല്ലയോ? സ്വന്തം ഭർത്താവിനെ കൊല ചെയ്യുന്നു, ആ ഭർത്താവിന്റെ മാതാപിതാക്കളെ കൊല ചെയ്യുന്നു, കൂട്ടുകുടുംബാദികൾ പലരെയും കൊല ചെയ്യുന്നു. 2 വയസ്സുള്ള ആൽഫൈൻ എന്ന പൊന്നുമോന് കൊടുക്കുന്ന ബ്രെഡിൽ പോലും സൈനൈഡ് തേച്ചുകൊണ്ട് കൊന്നുകളഞ്ഞത് ആ കുഞ്ഞുമോന്റെ വളർന്ന് വലുതാകുമ്പോഴുള്ള സ്വത്ത് കണ്ടിട്ടാണെന്ന് വിളിച്ചു പറയുമ്പോ പോലീസ് പിടിച്ചതിന് ശേഷവും ലോകത്തോട് പറയുന്ന ഭാഷ്യം, ഇനിയും എനിക്ക് ആളുകളെ കൊല്ലാനുണ്ടായിരുന്നു. എന്റെ പദ്ധതി മുഴുവനും പൊളിഞ്ഞു പോയി, താറുമാറായി. 4-5 ആളുകളെ കൊന്നിട്ട് പോലും ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹത്തിൽ ആ സഹോദരി നിലകൊണ്ടുപോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയാണ്. ഹുബ്ബു ദുനിയാ
അല്ലാഹു എന്നുള്ള ചിന്ത വിട്ടുകൊണ്ട് ദുനിയാവിനോടുള്ള പ്രേമമാണ്. മനുഷ്യ, നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ദുനിയാവിനോടുള്ള പ്രേമം മാറി അല്ല എന്ന ചിന്തയിലേക്ക് എപ്പോൾ കടന്നു വരുന്നോ, അല്ലാ എന്ന ചിന്തയിലേക്ക് നീ മാറി ചിന്തിക്കുന്നു, മരണത്തോടുള്ള വിരക്തിയില്ലാതെ മരണത്തോടുള്ള താല്പര്യം മനസ്സിൽ വരുന്നു, അന്ന് ശത്രുക്കൾ നിനക്കെതിരെ വരൂല, ശത്രുക്കൾ നിന്നെ ഭയപ്പെടുമേ. കാരണം നീ അല്ലാഹുവിനെ പേടിക്കുന്നവനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുദ്സിയായ ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറഞ്ഞതായി, അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാൻ, കുറച്ചേരോട് പറയാമല്ലോ അല്ലേ, നിങ്ങൾ ഇരിക്കൂലേ? സമയം കഴിഞ്ഞോ? കാരണം നിങ്ങൾ മഗ്‌രിബ് കഴിഞ്ഞാൽ വന്നതാണ്, അതുകൊണ്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടുന്നുണ്ടാ? ഇല്ല, കുറച്ചേരോട് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അനാ അനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനാണ് അല്ലാഹു, ഞാനാണ് ഈ ലോകത്തിന്റെ പരിപാലകൻ, ഈ ലോകത്തിന്റെ സംരക്ഷകൻ, ഈ ലോകത്തിന്റെ സർവാധിപതി, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ്, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ ഞാനാണ്, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ ഞാനാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളുമില്ല. മാലികുൽ മുലൂക് വമലികുൽ മുലൂക്. അല്ലാഹു പറയുകയാണ്, രാജാതിരാജനാണ്, ഈ ലോകത്തുള്ള സർവ്വ തമ്പുരാക്കന്മാരുടെയും രാജാവാണ്. അല്ലാഹു പറയാണ്, ഈ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രിയാകട്ടെ, രാഷ്ട്രപതിയാകട്ടെ, ഗവർണറാകട്ടെ, പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ, അധികാരി വർഗങ്ങളാകട്ടെ, ആരായിരുന്നാലും അവരെയൊക്കെ ഇന്ത്യ അടക്കമല്ല ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലെ തമ്പുരാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, തമ്പുരാക്കന്മാർ എല്ലാവരുടെയും രാജാവ്, അവരുടെയൊക്കെ രാജാവ് ഞാനാണ്. അല്ലാഹു പറയാം, അവരുടെയൊക്കെ രാജാവ് ഞാനാണ്. അല്ലാഹു പറയാം, മാലികുൽ മുലൂക് വമലികുൽ മുലൂക്. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും രാജാവ് തമ്പുരാക്കൻ ഞാനാണ്. തീർന്നില്ല, ലോകത്തുള്ള സർവ്വ രാജാക്കന്മാരുടെ രാജാവും ഞാനാണ്. ഖുലൂബുൽ മുലൂകി ഫീ യദീ, എന്റെ കൈകളിലാണ്, അഥവാ എന്റെ അധികാരത്തിലാണ് ലോകത്തുള്ളതാകുന്ന സർവ്വ തമ്പുരാക്കന്മാരുടെയും ഹൃദയം ഇരിക്കുന്നത്. എന്നിലാണ് അവരുടെ അധികാരം. ഞാൻ അവരുടെ ഹൃദയം എങ്ങനെ ആവശ്യമുണ്ടോ അതുപോലെ തിരിച്ചു കളയും. അവരുടെയൊക്കെ ഹൃദയം എന്റെ കൈകളിലാണ്. അല്ലാഹു പറയാം, ഖുലൂബുൽ മുലൂകി ഫീ യദീ, രാജാക്കന്മാരുടെ ഹൃദയം എന്നിലാണ്, എന്റെ അധികാരത്തിലാണ്. ഇന്നൽ അബ്ദ ഇദാ അതാഊനി ഹവൽതു മുലൂകഹും അലൈഹിം ബിർറഹ്മതി വറഅഫാ,
അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹു പറഞ്ഞതായി ഓർമ്മപ്പെടുത്തുകയാ, ലോകത്തുള്ള സർവ്വ അടിമകളും എന്നെ ആരാധിച്ചാൽ, എന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം, അവരുടെ രാജാക്കന്മാരായി നിലകൊള്ളുന്ന അധികാരത്തിന്റെ പരമോന്നത പദവിയിലുള്ളവരുടെ ഹൃദയത്തെ ഞാൻ തിരിക്കുന്നതാണ്. ബിർറഹ്മതി വറഅഫാ, കാരുണ്യം കൊണ്ടും കൃപയിലൂടെയും അവരിലേക്ക് നോക്കുന്നതാണ്. അവർക്ക് കാരുണ്യം അവർ ചൊരിയുന്നതാണ്. വഇന്നൽ ഇബാദ ഇദാ അസൗനി, എന്റെ ദാസന്മാര് നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജും ഉംറയും ചെയ്യാതെ ഈ ദുനിയാവിൽ കള്ളും കഞ്ചാവുമായി നടക്കുന്നവരുണ്ടോ? ന്യൂ ഇയറിന്റെ രാവിലും ക്രിസ്മസിന്റെ രാവിലും വേണ്ട പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ പോലും കള്ള് കുടിച്ചുകൊണ്ട് മതോന്മത്തരായി നടക്കുന്നവരുണ്ടോ? ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? സഹോദരിമാരുണ്ടോ? സ്വന്തം മാതാപിതാക്കളെ പറഞ്ഞതനുസരിക്കാതെ നടക്കുന്നതായ യുവാക്കളുണ്ടോ? യുവതികളുണ്ടോ? 18 നിറകുടങ്ങളാകുന്ന സഹോദരിമാര് സ്വന്തം മാതാപിതാക്കൾ നൽകിയ സ്നേഹങ്ങൾ മറന്നുകൊണ്ട് അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരുമായി ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്നവരുണ്ടോ? 40 കഴിഞ്ഞ മുസ്ലിം സഹോദരി 4-5 പ്രസവിച്ചിട്ട് പോലും 4-5 മക്കൾക്ക് ജന്മം നൽകിയിട്ട് പോലും അവരുടെ വിശുദ്ധമായ ഖുർആനോത്തിലൂടെയും അവരുടെ ദിക്റിലൂടെയും അവരുടെ നമസ്കാരങ്ങളും കണ്ടും കേട്ടും വളർന്നിട്ട് പോലും മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകുകയും അവരുമായി വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തുകയും അവരുമായി വാട്സാപ്പിലൂടെ വീഡിയോ കോളുകൾ നടത്തുകയും IMO കോളുകൾ ചെയ്യുകയും അവരുമായി മെസ്സഞ്ചറിലൂടെ മെസ്സേജുകൾ അയക്കുകയും അവരുമായി ടിക്ടോക്കിലൂടെ പാട്ടുകൾ സെൻഡ് ചെയ്തുകൊണ്ട് കളിക്കുകയും അവസാനം അവരുമായി ശയ്യവലംബിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതായ സഹോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറഞ്ഞതായി ഓർമ്മപ്പെടുത്തുകയാ, വഇന്നൽ ഇബാദ ഇദാ അസൂനി, എന്നെ ആരാധിക്കാതെ തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ ഒരു സമൂഹമായി അധപ്പതത്തിന്റെ ആഴിയിലേക്ക് പോകുന്നവരായി എന്റെ ദാസന്മാര് മാറിക്കഴിഞ്ഞാൽ, ഹവ്വൽതു മുലൂകഹും അലൈഹിം ബിസ്സഖതതി വന്നിഖമാ, അവിശ്വാസികളായ ഭരണാധികാരികളെ കൊണ്ട് അവരോട് കോപാകുലമാകുന്ന രീതിയിൽ ഇടപെടുന്ന ശൈലി എന്നിൽ നിന്ന് ഉണ്ടാകുമേ എന്ന് അല്ലാഹ് പറഞ്ഞതായി ഹബീബായ റസൂലുള്ളാഹി. NRC വരുമ്പോ നീ കുറ്റം പറയേണ്ടത് നിന്റെ ചോടാണ്, നിന്റെ ശരീരത്തോടാണ്. കാരണം നിന്റെ നമസ്കാരത്തെ നീ ഒന്ന് ചിട്ടയെടുക്കണേ. ഈ ലോകത്തിന്റെ തമ്പുരനാക്കുന്ന തിരിയാൻ, അള്ളാഹുവിലേക്കൊന്ന് തിരിയാൻ എന്തേ മനസ്സില്ലാതെ പോയത്? ഈ ബില്ല് ഇവിടെ പാസ്സാക്കിയിട്ട് 1 മാസം ഇതാ പിന്നിടുകയാണ്. ഇപ്പോഴും തിയേറ്ററിൽ പോയിക്കൊണ്ട് ഷൈലോക്ക് കാണാൻ ക്യൂ നിൽക്കുന്നതായ മുസ്ലിം സഹോദരങ്ങളില്ലയോ? സിനിമാ തമ്പുരാക്കന്മാരെ ആരാധിക്കുന്നവരില്ലയോ? ഇശാമകരിപ്പിനിടയിൽ ഈ പ്രക്ഷുബ്ധമാകുന്ന കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ പോലും സീരിയല് കാണുന്നതായ സഹോദരിമാരില്ലയോ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണുന്ന ചെറുപ്പക്കാരില്ലയോ? വാട്സാപ്പിലൂടെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലയോ? നിന്റെ ദുഷിച്ച ശീലങ്ങൾ മാറ്റാതെ അല്ലാഹു അധികാരികളുടെ ഹൃദയത്തിന് ഒരു മാറ്റവും അല്ലാഹു നൽകൂല. നീ പടച്ചറപ്പിലേക്ക് തിരിയണേ. റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹ് പറഞ്ഞ വാക്കാണ് വഇന്നൽ ഇബാദ ഇദാ അസൂനി, എനിക്ക് എതിരായി, എന്റെ ദീനിനെതിരായി, എന്റെ മതത്തിനെതിരായി, എന്റെ ആദർശത്തിനെതിരായി, എന്റെ ആശയത്തിനെതിരായി ഈ ദുനിയാവിൽ ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ട് കള്ളും കഞ്ചാവുമായി നടക്കുന്നവരുണ്ടോ? അലിമീങ്ങളെ ചീത്ത വിളിക്കുന്നവരുണ്ടോ? ഉമറാക്കളെ ബഹുമാനിക്കാത്തവരുണ്ടോ? മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടവരുണ്ടോ? മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞവരുണ്ടോ? ദീനീ പ്രോധന ഭേദകൾക്ക്, പരിശുദ്ധമായ ദീനിന്റെ കാതലായ ആളുകൾക്ക് ശ്രദ്ധ കൊടുക്കാതെ തിരിഞ്ഞവരുണ്ടോ? കാതുകൾ മലീമസപ്പെടുത്തിക്കൊണ്ട് പാതിരാത്രി സമയത്ത് പോലും സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടും
കണ്ടുകൊണ്ടും കണ്ണുകളെയും കാതുകളെയും മലീമസപ്പെടുത്തിയവരുണ്ടോ, മുതിർന്നവരെ ചീത്ത വിളിക്കുകയും ആട്ടിയോടിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ ദിനരാത്രങ്ങളെ തള്ളി നീക്കിയിട്ടുണ്ടോ? ഹവൽതു ഖുലൂബ മുലൂകിയും അലൈഹിം ബിസ്സഖതതി വന്യഖമാ. അധികാരി വർഗങ്ങളുടെ ശക്തമായ പ്രഹരം, അവരുടെ കോപാകുലമാകുന്ന രീതികൾ നിങ്ങളുടെ മേലുണ്ടാകുമേ. ഇത് എന്നിൽ നിന്ന് വരുന്നതാണ് എന്ന് അല്ലാഹ് പറഞ്ഞതായി ഹബീബായ റസൂലുള്ളാഹി. റസൂലുള്ളാഹി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ ഓർമ്മപ്പെടുത്തുക. ഇനി നമ്മൾ നന്നാകാൻ റെഡിയാകുന്നില്ലേ? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇബാദത്തുകൾ കണിശത വെക്കിൻ. ഒന്നാമത്തെ നിധി നിന്റെ കൈവശം ഉണ്ടാവട്ടെ. നീ നിസ്കാരമൊക്കെ ചുട്ടവെക്കുന്നതിനായിക്കോട്ടെ, നിന്റെ നാവ് എപ്പോഴും ഫനാ ഫസാദിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അല്ലാഹ് എന്നുള്ള ചിന്തയിൽ ദിക്റിലായി കഴിഞ്ഞുകൂടണം. അതിലാണ് വിജയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, മാ അസ്ഹലു ത്വരീഖ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി വല്ലതും ഉണ്ടോ? വല്ല ഷോർട്ട് കട്ടും ഉണ്ടോ? കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലോ കീബോർഡിൽ കുറെ ഷോർട്ട് കട്ടുകൾ, അതുപോലെ വല്ല ഷോർട്ട് കട്ടും ഉണ്ടോ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി? കാരണം അലിയാർ തങ്ങൾ മുത്തുനബിയായിട്ട് ബന്ധമുണ്ട്. മകളെ വിവാഹം ചെയ്ത വ്യക്തിയാണ്, ഫാത്തിമ വിവാഹം ചെയ്ത വ്യക്തിയാണ്, മരുമകനാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയോടുള്ള അടുപ്പം വെച്ചുകൊണ്ട് ചോദിക്കാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തതുപോലെ നമുക്കൊന്ന് അടുക്കണം. മാ അസ്ഹലു ത്വരീഖ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? നബി തങ്ങൾ മറുപടി കൊടുത്തു, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയെ ഓർക്കുക. അതിന് മറുപടി വേറെ പരിപാടിയില്ല. നമ്മളൊക്കെ പരസ്യ ജീവിതം അടിപൊളിയാണ്. പരസ്യ ജീവിതം 10 ആള് നോക്കി നിൽക്കുമ്പോൾ സിഗരറ്റ് പോലും വലിക്കൂല, ഭയങ്കര സൂഫി അല്ലേ? പള്ളിയിലൊക്കെ പോകുമ്പോൾ ഉസ്താദ് കാണാതിരിക്കാൻ സീസൺ വിട്ടറൊക്കെ ഉള്ളിൽ തിരികെ ഉള്ളിൽ റാഹത്തായിട്ട് വെച്ചിട്ടാണ് പോകുന്നത്. അല്ലാഹു ആക്കട്ടെ. ഇത് കഴിഞ്ഞാൽ ഉടനെ ബാത്റൂമിലോട്ട് പോയിരുന്നിട്ട് ഇങ്ങനെ പുക പോകുന്നതാണ്. ഉസ്താദിൻ്റെ ബാത്റൂമിൽ കയറി നിന്നിട്ടാണ് പോയിക്കുന്നത്. ഉസ്താദ് വരുമ്പോഴത്തേക്കും പുക പോകുന്നത്, അടുപ്പ് കത്തിച്ച പോലെ ബാത്റൂമിനകത്ത് കയറിയിരിക്കുക. പുകയൊക്കെ വിടുന്ന എങ്ങനെയാണ്? റൗണ്ടിലുള്ള ഉണ്ട്, പല രീതിക്കുണ്ട്. എങ്ങനെ പിടിക്കേണ്ടത്, ഏത് വിരലിനിടെ വെച്ചിട്ട് എങ്ങനെ വലിക്കണം. ചിലത് ഇങ്ങനെ ഇരുന്ന് വരുത്തും, ഇങ്ങനെ വലിക്കുന്നത്. അതിനൊക്കെ പിടിക്കുന്നതിന് ഒരു പ്രത്യേക ശൈലി ഉണ്ടെന്നാണ്. അതിനൊക്കെ പ്രത്യേക ഇജാസത്ത് പ്രകാരം പഠിച്ചെടുക്കണം. അവസ്ഥ അല്ലാഹു ആക്കട്ടെ. അവർ റൗണ്ടിൽ പുക വിട്ട് കാണിക്കും, എങ്ങനെ വേണമെങ്കിലും. അതിനൊക്കെ പ്രത്യേക പരിശീലനം നേടി ഭയങ്കര കോച്ചാണ്, ഭയങ്കര കോച്ചാണ്. മൊത്തത്തിൽ കോച്ചി നടക്കുക. അല്ലാഹു ആക്കട്ടെ. ഇതൊക്കെയാണ് കാലഘട്ടം. കള്ള എവിടുന്ന് വാങ്ങണം, എങ്ങനെ വാങ്ങണം, ഏത് രീതിയിൽ വാങ്ങണം, ആരും കാണാതെ എവിടെ കൊണ്ടുവരണം, എവിടെ മറന്നിരുന്നടിക്കണം, ഏത് രീതിയിലാകണം, ഇതൊക്കെ ഇങ്ങനെ രഹസ്യമായാണ്. പരസ്യമായി 10 പേര് കാണുക ചെയ്യൂല. പക്ഷെ അതും ഇപ്പം മടിയില്ലാതെ വരുന്നുണ്ട്. അത് ഭയങ്കര അല്ലേ? സിഗരറ്റ് വലിക്കുന്നതാകട്ടെ, അതൊക്കെ പരസ്യമായിട്ട് വാപ്പ തീപ്പെട്ടി ഉണ്ടെന്ന് ചോദിക്കുന്ന മക്കളായി. അല്ലാഹു ആക്കട്ടെ. ഒരു കാലത്ത് മുമ്പ് ചോദിക്കുകയാണെങ്കിൽ മുപ്പട്ടി വലിച്ച് ഒന്നായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വാപ്പായിരുന്നു. ഇപ്പൊ വാപ്പാട് തന്നെ ചോദിക്കാൻ അല്ലെ? വാപ്പാട് തന്നെ ചേസ് പറഞ്ഞിട്ട് കള്ളു കുടിക്കുന്ന മക്കൾ. നഊദുബില്ലാ, അതൊക്കെ ആയിപ്പോയി. പരസ്യ ജീവിതം നന്നാക്കിയതുപോലെ രഹസ്യ ജീവിതം നമ്മൾ നന്നാക്കണം. 10 പേര് കാണുക നമ്മൾ വിചരിക്കൂല. പക്ഷെ അവസാന കാലഘട്ടം വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുമെന്നാണ്. ഹത്താ ഇന്നർ റജുല, ഒരു വ്യക്തി പറയുമത്ര, ലയഅ്ശൽ മർഅ, ഒരു പെണ്ണുമായിട്ട് പരസ്യമായി ഇങ്ങനെ വിചരിക്കുമ്പോൾ ആളുകൾ പറയും, ഇവിടെ പോയി വഴിയിൽ നിന്ന് മാറി, ഞങ്ങളുടെ ഈ വഴിയിൽ നിന്ന് മാറിയിക്ക്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് ചെയ്യും എന്ന് പറയുന്നതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അത് പരസ്യമായി ചുംബനം, അതൊരു വിചാരമാണ്. അത് നടന്നു കഴിഞ്ഞൂടെ അല്ലേ? ഈ ചുംബിക്കാൻ പോയ ആളുകളെയൊക്കെ കൂടുതൽ കാണാൻ പോയ കോമുകളാണ്. ഒരുപാട് പേര് ഇത് കാണാൻ പോയേക്ക്. എങ്ങനെയുണ്ട്, റാഹത്താണോ, ചുണ്ടെങ്ങനെയുണ്ട്, കറുത്താണോ, വെളുത്താണോ, ചുവപ്പാണോ, ഇത് കാണാൻ വേണ്ടി പോകുന്ന കോമുകളാണ്. ഇതൊന്ന് കാണാൻ വേണ്ടി. എന്നിട്ട് അവിടെ പോയിക്കുമ്പോൾ പറയും, നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടല്ലോ, പള്ളിയിൽ ഉത്സവം വയ്ക്കുക, അതിനകത്ത് കണ്ടായിരുന്നു, നമ്മൾ ഉത്സവം കാണാൻ വേണ്ടി പോയതാണ്, ചുംബിക്കാനല്ല. വിചരിക്കുന്നത് കാണാൻ. അല്ലാഹു ആക്കട്ടെ. പരസ്യമായി നടുറോഡുകളിൽ കാണുമെന്നാണ്. അപ്പൊ ആളുകൾ പറയട്ടെ, ഈ വഴിയിൽ നിന്നൊന്നും മാറി നിൽക്കടാ, ഞങ്ങൾക്കൊന്നും അങ്ങോട്ടൊന്ന് പോകട്ടെ, പൊതുവഴിയിൽ നിന്നിട്ട് വ്യഭിചരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹത്താ ഇന്നർ റജുല ലയഅ്ശൽ മർഅ, സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് അവസാനമാവുമ്പോൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുംബന സമരങ്ങളിലൂടെ അല്ലാത്തതിലൊക്കെ നമ്മൾ കാണുന്നില്ല. റോഡിൽ പോകുമ്പോൾ, പാർക്കിലും മാളിലും ഒക്കെ, ബസ്സിൽ, പൊതുവായി ജനങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ, പൊതുവായി ജനങ്ങളെല്ലാവരും കൂടി സഞ്ചരിക്കുന്ന ട്രെയിനിൽ
ജനറൽ കമ്പാർട്ട്മെന്റിൽ പരസ്യമായ നിലയിൽ നമ്മൾ കാണുകയാണ് കമിതാക്കൾ ഇരുന്നിട്ട് പ്ലസ് പഠിക്കുന്ന കുട്ടി BA പഠിക്കുന്ന ചെറുക്കനും തമ്മിൽ ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുക. നോക്കുന്നവരോടാ കുറ്റം, മുസ്ലിയാരെ അങ്ങോട്ട് നോക്കിയിരിക്കട്ടെ. ഇതാളി പരസ്യമായ രീതിയിൽ അതൊക്കെ ഒരു വിഷയമല്ലാതമായി മാറി. കാണുന്നവർക്ക് അറപ്പുണ്ടായിട്ട് അവരടുത്ത വണ്ടിക്ക് പോയിക്കോണം, അല്ലെങ്കിൽ ഈ കമ്പാർട്ട്മെന്റ് വിട്ട് വേറെ എങ്കിലും പോയിക്കോണം. ഞങ്ങളിത് ചെയ്യും പരസ്യമായി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. എന്ത് ഈ ദുആ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ജഅൽ സരീറതനാ ഖൈറൻ മിൻ അലാനിയതിനാ വജഅൽ അലാനിയതനാ ഖൈറാ. അല്ലാഹുവേ പടച്ചറപ്പേ, ഞങ്ങളുടെ രഹസ്യ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ. പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാക്കണേ അല്ലാ. വജഅൽ അലാനിയതനാ ഖൈറാ, ഞങ്ങളുടെ പരസ്യ ജീവിതവും നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ പരസ്യ ജീവിതത്തെക്കാൾ രഹസ്യ ജീവിതം നന്നാക്കി തരണേ അല്ലാ. ആദ്യത്തെ ദുആ അല്ലാഹുമ്മ ജഅൽ സരീറതനാ ഖൈറൻ മിൻ അലാനിയതിനാ. കാരണം പരസ്യമായി 10 പേര് കാണുക ഞങ്ങൾ തെറ്റിയുന്നില്ല, അതിനേക്കാൾ ഉത്തമമായി ഞങ്ങളുടെ രഹസ്യ ജീവിതത്തെ നീ ആക്കി തരണേ അല്ലാ. മാത്രമല്ല ഞങ്ങളുടെ പരസ്യ ജീവിതം നന്നാക്കി താ അല്ലാ. അടുത്തത് വജഅൽ അലാനിയതനാ ഖൈറാ. റസൂലുള്ളാഹിന്റെ ദുആ. നമ്മുടെ ജീവിതം അങ്ങനെ വരണം, ആ ദുആ കൊണ്ടുവരണം, ആ ജീവിതത്തെ അതനുസരിച്ച് കൊണ്ട് പ്രവർത്തനം കൊണ്ടുവരണം. വേണം. ഇതൊക്കെ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുക, രഹസ്യമായി തെറ്റുകൾ ചെയ്യുക. ധാരാളം ആളുകൾ അതിലാണ് വ്യാപൃതർ. ഒരുപാട് ആളുകൾ രഹസ്യമായി തെറ്റ് ചെയ്യുക. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. വഹുവ യബ്കീ ബുകാഅൻ ശദീദാ. അതിശക്തമായി കരഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, മായുബകീക യാ ഉമർ, എന്തിനാണ് ഉമറേ നീ കരയുന്നത്? കാര്യമൊന്ന് പറയണേ പറയണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടുപോയി റസൂലേ. ആ മനുഷ്യനിരുന്നു കൊണ്ട് വാവിട്ട് നിലവിളിക്കുകയാണ്. അവന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് കരഞ്ഞു പോയതാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ കരയാനുള്ള കാരണം, ഞാൻ വരുന്ന വഴിയിൽ ഒരു മനുഷ്യനിരുന്ന് കരയുന്നു. എന്തോ മാരകമായ തെറ്റവ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, തെറ്റെന്താണെന്ന് പറയുന്നില്ല. അവനിരുന്ന് കരയാൻ. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉമ്മായും വാപ്പയൊക്കെ കരയുന്നത് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടെ കരഞ്ഞു പോകും. അവരുടെ കരച്ചിൽ കണ്ടിട്ട് നമ്മൾ കൂടെ കരയും. എന്താ കാര്യമൊന്നും ചിലപ്പോൾ അറിഞ്ഞോണമെന്നില്ല അല്ലേ, കൂടെ കരയും. സ്നേഹമുണ്ടവരങ്ങനെയാണ് പരസ്പരം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യന്റെ വിഷയത്തിൽ കരയാൻ എന്തിനാണെന്ന് അറിയില്ല, കാര്യം പറഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിൽക്കെ റസൂലുള്ളാഹി അവനെ വിളിക്കാൻ പറഞ്ഞു. ആള് വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? ഉടനെ അവന് പറയുകയാണ്, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി റസൂലേ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, വമാ ദംബുക, നിന്റെ തെറ്റ് എന്താണെന്ന് പറയണേ പറയണേ. ഉടനെ അവന് പറയുകയാണ്, ദംബി അഅ്ളമു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്റെ തെറ്റ് വലുതാണ് വലുതാണ്, എന്റെ തെറ്റ് മാരകമായ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, ദംബുക അഅ്ളമു അമിൽ അർശൂ, നിന്റെ തെറ്റാണോ വലുത്, അല്ലാഹുവിന്റെ അർശാണോ വലുത്? ഒന്ന് പറയണേ പറയണേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് ആ മനുഷ്യന് പറയുകയാണ്, ദംബി അഅ്ളമു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്ക് അർശിനേക്കാൾ വലുതായി തോന്നുന്നത് എന്റെ പാപമാണ്, എന്റെ ദോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കുകയാണ്, ദംബുക അഅ്ളമു അമിൽ കുർസിയോ,
നിന്റെ ദോഷമാണോ വലുത്, അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? ആ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ് ദംബി അഅലമു യാ ഹബീബല്ലാഹ്, എന്റെ ദോഷമാണ്, എന്റെ ദോഷമാണ്. വീണ്ടും ഈ മനുഷ്യനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ദംബുക അഅലമു അം ഇല്ലാ യഅനി അഫ്വല്ലാഹ്, നിന്റെ ദോഷമാണോ വലുത്, അല്ലാഹു ആണോ വലുത്, അഥവാ പടച്ചറപ്പിന്റെ പാപം പൊറുക്കലാണോ? അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹു അഅലം, അല്ലാഹ് തന്നെയാണ് ഏറ്റവും വലിയ സമുന്നതനെന്ന് പറയുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിന്റെ ദോഷമെന്ന് പറയിൻ, അത് കേൾക്കട്ടെ എന്നല്ലേ സൊല്യൂഷൻ ഉള്ളൂ, നീ അതിന്റെ കാര്യമെന്ന് പറയണേ. അവസാനം റസൂൽ വാക്കുകൾ കേട്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കാര്യം പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്റെ തെറ്റാർക്കും പൊറുക്കാൻ കഴിയില്ല റസൂലേ, ഞാൻ വല്ലാത്ത തെറ്റാണ് ചെയ്തു പോയത്. എന്താണ് തെറ്റുകുറ്റമെന്നറിയുമോ? ഞാൻ ഈ ജന്നത്തുൽ ബഖീല മദീന പള്ളിയുടെ ഖബർസ്ഥാനിലെ ഖബർ വെട്ടുന്ന മനുഷ്യനാണ്. അതിലതാ എല്ലാ ദിവസവും ഖബർ വെട്ടും. ഖബർ വെട്ടിയിട്ട് സാലിഹീങ്ങളാകുന്ന വ്യക്തികളുണ്ട്. അവരുടേതാകുന്ന കഫം പുടവ അത് മോഷ്ടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് ഖബർ കുഴിച്ചിട്ട് കഫം പുടവ മോഷ്ടിച്ചിട്ട് അത് കൊണ്ടുപോയി വിൽക്കലാണ് എന്റെ ജോലി റസൂലേ. ഞാനിതാ ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ ഒരു പെണ്ണിന്റെ ഖബർ വെട്ടി. ആ പെണ്ണിനെ കൊണ്ടുവന്ന് ഖബറടക്കി സുന്ദരിയായ പെണ്ണാണ്. അവളുടെ ഖബറിതാ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി ലോകം മുഴുവനും ഉറങ്ങുമ്പോ, മദീന മുഴുവനും ഉറങ്ങി കിടക്കുമ്പോ ആ ഖബറിനെ തുറന്ന റസൂലേ, ആ ഖബറിനുള്ളിൽ കിടക്കുന്ന സുസ്മേര വനിതയായി പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്നതായ സഹോദരി, മുസ്ലിം സഹോദരിയുടെ കഫം പുടവ അഴിച്ചു മാറ്റിയപ്പോ അവളുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ എന്റെ കണ്ണിൽ തിളങ്ങി, അങ്കലാപങ്ങൾ കണ്ണിലുടക്കി. ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി റസൂലേ. വല്ലാത്ത തെറ്റാണ്, വല്ലാത്ത തെറ്റാണ്. ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഞാൻ തിരിഞ്ഞു നടക്കാൻ തുനിയവേ ഒരശരീരം മുഴങ്ങുകയാണ്. ജനാസ എന്നോട് സംസാരിക്കുകയാണ്. ആ ഖബറിൽ നിന്ന് വല്ലാത്തൊരശരീരം മുഴങ്ങുകയാണ്. ആ ഖബർ എന്നോട് സംസാരിക്കുകയാണ്. അമാ തഖശല്ലാഹ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പാകുന്ന സർവേശ്വരനാകുന്ന സർവാധിപതിയാകുന്ന സർവലോക സൃഷ്ടിപ്പിന് സമാന കർത്താവായ പടച്ചറപ്പിനെ നിനക്ക് ഭയമില്ലടാ, ഭയമില്ലടാ. തറക്ക് തനിയൂരിയാന, നീ എന്നെ ഉപേക്ഷിച്ച് പോകുന്നത് എന്നെ വസ്ത്രം നഗ്നയാക്കിയിട്ടാണല്ലോ. എന്നെ വിവസ്ത്രയാക്കി എന്റെ ശരീരത്തിൽ നൂറിന് പോലും വസ്ത്രമില്ലാതെ എന്റെ 3 തുണ കഫം പുടവ പരിപൂർണമായി ഉരിച്ചെടുത്തിട്ടാണല്ലോ നീ പോകുന്നത്. മാത്രമല്ല വാഫഖതനി ജുനുബാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ ദർബാറിൽ പടച്ചറപ്പിന്റെ കോടതിയിൽ നാളെ കത്തിച്ചലിക്കുന്ന മഹ്ശറയ്ക്ക് മുന്നാകെ ഞാൻ പോയി നിൽക്കേണ്ടത് ജനാപത്തുകാരിയായിട്ടാണല്ലോ. നീ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എന്നെയും ജനാപത്തുകാരിയാക്കിയല്ലോ. അള്ളാന്റെ മുന്നിൽ നഗ്നപാതകരായിട്ടാണ് സർവരും ചെല്ലുന്നത്. ശരീരത്തിൽ 100 പോലും വസ്ത്രമില്ലാതെയാണ് ചെല്ലുന്നത്. അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ എന്നെ ജനാപത്തുകാരിയാക്കിയിട്ടാണ് നീ മടങ്ങിപ്പോകുന്നത്. നിനക്ക് പൊരുത്തമല്ല, പൊരുത്തമല്ല എന്ന് ആ ജനാസ വിളിച്ചു പറയുകയാണ്. ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഭയപ്പാട് വന്നുപോയി. അന്ന് മുതൽ ഞാൻ കരച്ചിലാണ്. ഞാൻ ആ സമയം മുതൽ പൊട്ടിക്കരയുകയാണ്. ഈ കരച്ചിലാണ് ഉമർ കേട്ടുപോയത്. ഈ കരച്ചിലാണ് നബിയെ തങ്ങൾ കേട്ടത്. അള്ളാഹുവിന്റെ അർശിനേക്കാൾ കുർസിയിനേക്കാൾ സമുന്നതമായ ഒരു വലിയ തെറ്റായിട്ടാണ് എനിക്കിതിനെ തോന്നിയത് എന്ന് റസൂലുള്ളാഹിയോട് പറയുമ്പോ അള്ളാഹു റസൂൽ അവനെ ഓടിക്കുകയാണ്. അള്ളാഹു റസൂൽ അവനെ മാറ്റി നിർത്തുകയാണ്. റസൂലുള്ളാഹി പുറത്താക്കുകയാണ്. അള്ളാഹു റസൂൽ വാതിലുകൾ അവന്റെ മേൽ കൊട്ടിയടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം എത്ര വലിയ തെറ്റാണ് അവൻ ചെയ്തത്. നമസ്കരിക്കാതിരുന്നവനെ കുറിച്ചല്ല പറയുന്നത്, നോമ്പ് പിടിക്കാതിരുന്നവനെ കുറിച്ചല്ല പറയുന്നത്, കേവലം ഒരു വ്യഭിചാരം നടത്തിയവനെ കുറിച്ചല്ല, 100 പേരെ കൊലപാതകം നടത്തിയതാകുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശ
ആദർശത്തിന് കളങ്കം വരുത്തിയതാകുന്ന വ്യക്തിയായി ഇവന് പോയില്ലയോ? കാരണം മുസ്ലിമത്തായ പെണ്ണ്, ദീനിയത്തായ പെണ്ണ്, മതബോധവും മതനിഷ്ഠയിലും കഴിഞ്ഞ പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണിനെ കൊണ്ടുപോയ ഖബറടക്കിയപ്പോ ആ ഖബർ തുറന്നവരുടെ കഫം പിടവ മോഷ്ടിച്ചെന്ന് മാത്രമല്ല, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായ മനുഷ്യനല്ലയോ? ആരാണ് ഇവനെ പുറത്തു കൊടുക്കുക? ഏത് തമ്പുരാനാണ് ഇവനെ പുറത്തു കൊടുക്കുക? സുബ്ഹാനല്ലാഹ്. മുത്തന്നൂരിൽ അസ്ഹരിയ ദറസിന്റെ മുന്നിൽ, അറബി കോളേജിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. മലപ്പുറത്തിന്റെ മക്കളെ, മാപ്പിള മക്കളെ, അറിഞ്ഞു വെക്കണേ. 40 ദിവസത്തോളം ഈ സഹോദരി ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനനുസരിച്ചുകൊണ്ട് ഈ സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാണ്. ഒരൊറ്റ ദിക്ർ മാത്രമാണ് മുറുകെ പിടിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉന്നതനായ സമുന്നതനായ പടച്ചറപ്പിനോട്, അല്ലാഹ് എന്റെ പാപമൊന്ന് പുറത്തു തരണേ അല്ലാഹ്, എന്റെ പാപമൊന്ന് പുറത്തു തരണേ അല്ലാഹ്. പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് തൗബ ചെയ്യുകയാണ്. 40 ദിവസത്തോളം ഒറ്റക്കിരുന്നുകൊണ്ട് കരയുകയാണ്, നമസ്കരിക്കുകയാണ്, ഇബാദത്തെടുക്കുകയാണ്, പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന ഒന്ന് മാത്രമാണ്, അല്ലാഹുവേ പടച്ചറപ്പേ എന്റെ പാപം നീ പുറത്തു തന്നാൽ, ഇൻകുന്ത ഖദ് ഗഫർതലി, എന്റെ പാപം എനിക്ക് പുറത്തു തന്നാൽ, പാപിയും ദോഷിയുമായി കറുത്ത കരങ്ങൾക്ക് നീ പാപമോചനം നൽകിയാൽ, ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ അല്ലാഹുവിന്റെ മുത്തുനബിയുടെ ചാരത്തേക്ക്, അവിടുത്തെ അനുയായി വൃന്ദത്തിന്റെ ചാരത്തേക്ക് നീ ഒന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ, എന്റേതാകുന്ന പാപമോചനം ഒന്ന് അറിയിക്കണേ. വഇല്ലാ ഫഅർസിൽ ഇലയ്യ നാറം മിനസ് സമാ, നീ എനിക്ക് പാപമോചനം നൽകിയിട്ടില്ല എങ്കിൽ ആകാശത്തിന് അധിപനായ പടച്ചറപ്പേ, ആകാശ ലോകത്ത് നിന്ന് എന്നെ ഒരു തീമഴ വർഷിച്ചിട്ട് ഫാഹിരിക്കിനി, എന്നെ ഒന്ന് കരിച്ചു കളയണേ അല്ലാ, എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയണേ അല്ലാ. കാരണം കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ നരകകുണ്ടാരത്തിലേക്ക് എന്നെ അറിയാതെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ തീ കൊണ്ട് ശിക്ഷിച്ചിട്ട് അങ്ങ് കരിച്ചു കളഞ്ഞേക്ക് റബ്ബേ, ആകാശ ലോകത്ത് ഒന്നൊരു തീമഴ വന്ന് എന്നെ അങ്ങ് കരിച്ചു കളയണേ അല്ലാ. പാപം പൊറുപ്പിക്കുകയാണ് എങ്കിൽ മുത്തുനബിയെയും അനുയായികളെയും അറിയിക്കണേ അല്ലാ. ഇന്നമത്തൗബതു അലല്ലാഹ് للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت حتى إذا حضر أحدهم الموت قال إني تبت الآن قال إني تبت الآن. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിലെ തെറ്റുകൾ വ്യാപൃതരായ മനുഷ്യ പടച്ചറപ്പിലേക്ക് തെറ്റുകൾ കഴിഞ്ഞാലുടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവന്റെ പാപം അല്ലാഹ് പൊറുക്കുന്നതാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന്റെ മഹത്വം നീ മനസ്സിലാക്കണേ സോദരാ. നമസ്കാരത്തിന് ശേഷം 3 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നിന്നോട് ഉലമാക്കൾ പറയുമ്പോ
പ്രവാചകാധ്യാപനങ്ങൾ ഉണ്ടാകുമ്പോ മടിച്ചു നിൽക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. 40 ദിവസത്തോളം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തതായ പാപിയായ മനുഷ്യൻ, വ്യഭിചരിച്ചതായ മനുഷ്യൻ കേവലം ഒരു വ്യഭിചാരം നടത്തിയവനല്ല. ഖബറിൽ കിടക്കുന്ന ജീവച്ഛവമാകുന്ന സഹോദരിയോട് മൃഗീയമായ രീതിയിൽ സമീപിച്ച് അവരുടെ വസ്ത്രം മുഴുവൻ മുരിച്ചെടുത്ത് അവരുടെ ശരീരത്തിലേക്ക് കടന്നു കയറി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട മനുഷ്യൻ അവന്റെ പാപം പുറത്തു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. തൗബ പടച്ച റബ്ബിനോട് ഏറ്റു പറഞ്ഞപ്പോ അല്ലാഹു പാപമോചനം നൽകിയിരിക്കുന്നു. ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠതയാണ്. പഠിച്ചു വെക്കണേ. അതാണ് ഖുർആൻ പറയുന്നത്, ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കണേ. ഇനിയൊരു സംശുദ്ധമായ ജീവിതം നമുക്ക് വേണം. ഇത്രയും നാള് കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചു പോയവരുണ്ട്, സിനിമ കണ്ടു പോയവരുണ്ട്, സീരിയലിന് അടിമപ്പെട്ടു പോയവരുണ്ട്, കൂട്ടുകാരുമായി വഴക്കടിച്ചവരുണ്ട്, നാട്ടുകാരെ ബഹുമാനിക്കാത്തവരുണ്ട്, അയൽവാസികളെ ക്രൂശിച്ചവരുണ്ട്. ഇനി അയൽവാസികളുമായി ബന്ധം പുലർത്തണം, നാട്ടുകാരുമായി സ്നേഹബന്ധം വെക്കണം, ആലിമീങ്ങളോട് സലാം പറഞ്ഞുകൂടണം, മുത്തല്ലിമീങ്ങളോട് സ്നേഹബന്ധം വെക്കണം. നാളെ പാരത്രിക ലോകത്ത് വിജയക്കൊടി വന്നിപ്പാറിക്കണം. അതിനുവേണ്ടി നമസ്കാരം 5 വഖത്ത് ജുമാ ജമാഅത്തുകൾ പുരുഷന്മാരൊന്ന് ശ്രദ്ധിക്കണം. സ്ത്രീകൾ വീടിന്റെ അകത്തലങ്ങളിൽ ആദ്യ വഖത്തിൽ തന്നെ അദായി നമസ്കാരം ഒന്ന് ശീലിക്കണം. മക്കളെ ഒന്ന് പരിപാലിക്കണം, കുടുംബ ബന്ധങ്ങളൊന്ന് ശാക്തീകരിക്കണം, അയൽപക്കത്ത് ബന്ധങ്ങളൊന്ന് ശാക്തീകരിക്കണം, സ്നേഹജനങ്ങളുമായി സ്നേഹം ഒന്ന് കൂട്ടിയുറപ്പിക്കണം, ദീനിനു വേണ്ടി സായികളായി വർത്തിക്കണം. ദീനീ സ്ഥാപനങ്ങൾ നാട്ടിൽ നിലകൊള്ളാൻ നാടിന്റെ വിളക്കുകൾ അടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കണോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ശരീരമൊന്ന് കാത്തു സംരക്ഷിക്കണം. വ്യഭിചരിക്കാതെ, സിനിമ കാണാതെ, കണ്ണുകൾ കൊണ്ട് മലീമസപ്പെടുത്താതെ, അന്യരാക്കപ്പെട്ട കാമുകന്മാരെ കാണാത്ത കണ്ണാവണം. അന്യാക്കപ്പെട്ട സിനിമാ നടന്മാരെ, നടിമാരെ സിനിമയിലൂടെ സീരിയലിലൂടെ ദർശിക്കാത്ത കണ്ണുകളായി മാറണം. വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒരു മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താത്ത കൈകളായി നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ നന്മകൾക്ക് സാക്ഷിപത്രമാകുന്ന കൈകളാകണം. നിനക്ക് സാക്ഷി നിൽക്കുന്ന കാലുകളാകണം. അതിന് നീ വ്യഭിചരിക്കാൻ പോകരുത്. എറണാകുളത്തേക്കും മംഗ്ലൂരിലേക്കും ഒക്കെ പഠിക്കാൻ പോകുന്ന മക്കളുണ്ട്. ആ മക്കളെയൊക്കെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നല്ലതുപോലെ ഉപദേശം കൊടുക്കണം. ആലിമീങ്ങളുമായ സ്നേഹബന്ധം പുലർത്തണം. കഴിയുന്നത്ര അമലുകൾ നമ്മൾ ചെയ്യണം. അതിനേക്കാൾ ഉപരി റസൂലുള്ളാഹി എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ വിശുദ്ധമായ ഖുർആൻ ഓതണേ, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് കൂടണേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. എല്ലാ ദിവസവും ഒരൊറ്റ ദിവസം മുടങ്ങുകയില്ല. അതുകൊണ്ടാണ് കാന എന്ന പദമിട്ട് പറഞ്ഞത്. ഉലമാ രേഖപ്പെടുത്തുകയാണ്. താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമുൽ ജവാം അടക്കം ഓർമ്മപ്പെടുത്തുകയാണ്. ദവാമിനെ കുറിക്കുന്ന പദമാണ്. നിത്യമായി ചെയ്യുന്ന പദത്തിനെ കാന എന്ന വചനം ഹദീസിലിടുകയുള്ളൂ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായിരുന്നു. എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ 100 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ചെല്ലുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? പാപസുരക്ഷിതനായ വ്യക്തിയല്ലയോ? ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യാത്ത പരിപൂർണമായ സംരക്ഷണത്തിന്റെ വ്യക്തിയല്ലയോ റസൂലുള്ളാഹ്? ആ പ്രവാചകൻ 100 വട്ടം ചെയ്തുവെങ്കിൽ ദിവസേന 100,000 തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരി എന്തേ ഇസ്തിഗ്ഫാർ ചൊല്ലാതെ പോയത്? ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല. 40 ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറബിനോട് പാപമോചനത്തിന് അർത്ഥിച്ച മനുഷ്യൻ, വ്യഭിചാരിയായ പച്ചയായ വിചരിച്ച മനുഷ്യൻ അല്ലാഹ് പാപം പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു കരുണ ചെയ്യുന്നവനാണ്, പാപം പുറത്തു തരുന്നവനാ. അതുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാറിലായി കൂടണേ, ദിക്റിലായി കൂടണേ. നാമൊന്ന് ശ്രദ്ധിക്കണേ. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, ഔസിനി, എനിക്കൊരു ഉപദേശം നൽകണേ. അല്ലാഹുവിന്റെ റസൂൽ അവനോട് പറയുകയാണ്, എടാ ഈ നാവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ നാവിനെ അനാവശ്യ വർത്തമാനങ്ങൾ തൊട്ട് തടയണേ. ഫനാ പറയാത്ത നാവ്, ഫസാദ് പറയാ
പറയാത്ത നാവ്. ഇന്ന് സുന്നികൾ നല്ലവരാണ്, മൗലിദ് ചെല്ലുന്നവരാണ്, റാത്തീബ് ചെല്ലുന്നവരാണ്, മാലമൗലിദുകൾ ചെല്ലുന്നവരാണ്, നമസ്കാരമുള്ളവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകൾ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ സദസ്സുകൾ വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം നമ്മുടെ നാവ് കൊണ്ട് ഫനായും ഫസാദ് നമ്മൾ പറയാറുണ്ട്. രാത്രി സമയങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഇശ കഴിഞ്ഞതിന് ശേഷം എത്രയോ സഹോദരങ്ങൾ മൊബൈൽ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് ഫനായിൽ ഏർപ്പെടുന്നവരുണ്ട്. പറയാത്ത സഹോദരിമാര് പോലും കമന്റുകൾ രേഖപ്പെടുത്തുന്നവരില്ലയോ? അതുകൊണ്ട് നാളെ ആഖിറത്തിലേക്ക് നമുക്കെതിരായി ഇതൊക്കെ സാക്ഷികൾ നിൽക്കുമെന്നുള്ള ബോധോദയം മുസ്ലിമിനുണ്ടാവണേ. നിന്റെ നാവും നിന്റെ അവയവങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പടച്ച റബ്ബിലേക്ക് തിരിയണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുനിയാവിലെ ഒന്നാമത്തെ നിധിയാകുന്ന ലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവായി ഞങ്ങളുടെ നാവിനെ നീ ഖബൂലാക്കണേ അല്ലാ.